കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കൊർന്നോസിൻ്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിൻ്റെ 162ാമത്തെ സെഷനിലേക്ക് നമ്മൾ അടുത്ത് വന്നിരിക്കുകയാണ്. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. പോൾസ് ഫസ്റ്റ് ലെറ്റർ ടു കൊരിന്ത്യൻസ്, അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ പഠിക്കുവാനായിട്ട് ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി സെഷനായിരുന്നു. ഇൻട്രൊഡക്ഷനായിട്ട് പല കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയായി. ഈ ബുക്ക് ആരെഴുതി, ആർക്കെഴുതി, എന്നെഴുതി, എന്തിനെഴുതി എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. അതിൻ്റെ കൂടെ തന്നെ കൊരിന്ത് എവിടെയാണ്, പൗലോസ് അപ്പോസ്തലന്റെ 1, 2, 3 മിഷണറി യാത്ര എന്നിവയെക്കുറിച്ചൊക്കെ ഒന്ന് ചുരുക്കമായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞു. ഏകദേശം കൊരിന്തിനെ കുറിച്ചൊരു നല്ല ഐഡിയ നമുക്ക് ലഭിക്കുവാനായിട്ടിടയായി. ഏത് കാലഘട്ടത്തിലാണ് ഇത് എഴുതിയത്, ഏത് സാഹചര്യത്തിലുള്ളൊരു സഭയ്ക്കാണ് ഇത് എഴുതിയത് എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ലഭിക്കുവാനായിട്ടിടയായി. ഇന്ന് അതിൻ്റെ പുറത്ത് നമ്മൾ ബിൽഡ് ചെയ്യുകയാണ്. ഇൻട്രൊഡക്ടറി സെഷനായിരുന്നു ആദ്യത്തേത്. ഇന്ന് മുതൽ നമ്മൾ 1ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. വളരെ ലൈൻ ബൈ ലൈനായിട്ട്, വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് അധികം പോകത്തില്ല. നമുക്ക് കുറെ കൂടെ ഫാസ്റ്റായിട്ട് ഈ ബുക്ക് പഠിച്ച് തീർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു, എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് പഠിച്ചു തീർക്കുവാനായിട്ട് ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അധികം മുഖവരകളില്ലാതെ ഞാൻ നേരെ വിഷയത്തിലേക്ക് വരികയാണ്. ഈ വിഷയം പറയുമ്പോൾ തന്നെ പല കാര്യങ്ങളും മുഖവരയായിട്ട് പറയേണ്ടതായിട്ട് ആ വിഷയത്തിൽ തന്നെ വരും. അതുകൊണ്ട് ഞാൻ വെളിയിൽ നിന്ന് ഒന്നും മുഖവരയായിട്ട് പറയുന്നില്ല. ഈ ലേഖനം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശാസനത്തിനു വേണ്ടി എഴുതിയ ലേഖനമാണ്. റീപ്രൂഫ്, ശാസനത്തിന് വേണ്ടി എഴുതിയ ലേഖനം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിയോളജിയന്മാരുടെ ഇടയിലുള്ള ഒരു അഭിപ്രായമാണ് തിമത്തിയോസിന് എഴുതിയ 2ാമത്തെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 16, 17 വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അതായത് ഈ എഴുതിയിരിക്കുന്ന എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഈ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും വേണ്ടിയാണ്. അതായത് ഈ ഓർഡറിലാണ് ഈ തിരുവെഴുത്തുകൾ എഴുതിയിരിക്കുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലന്റെ 13 ലേഖനങ്ങളും പരിശുദ്ധ ആത്മാവിനാൽ ബൈബിളിൽ കമ്പൈൽ ചെയ്തിരിക്കുന്നതും ഇതേ ഓർഡറിൽ തന്നെയാണ്. അതായത് റോമാലേഖനമാണ് ആദ്യത്തെ ബുക്ക്, 2ാമത്തത് കൊരിന്ത്യ ലേഖനങ്ങളാണ്, അത് കഴിഞ്ഞ് ഗലേഷ്യൻസ് ആണ്, പിന്നെ എഫേഷ്യൻസ് ആണ്, പിന്നെ ഫിലിപ്പിയൻസ്, കൊലോഷ്യൻസ്, തെസലോനിക്കർ 1, 2, തിമത്തി 1, 2, ടൈറ്റസ്, തീത്തോസ്, ആ ഒരു ഓർഡറിലാണ് പോകുന്നത്. ഈ എഴുതിയിരിക്കുന്ന ഓർഡർ ഇതെല്ലാം തന്നെ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും. ഈ 16ാമത്തെ വാക്യം കണ്ടോ, ഇവിടെ ഈ 16ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷിൽ ആ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർന്നിരിക്കുകയാണ്. നമുക്ക് 2 വാക്യമായിട്ടാണ് മലയാളത്തിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പറയുന്നു: ഓൾ സ്ക്രിപ്ചർ ഈസ് ഗിവൻ ബൈ ഇൻസ്പിറേഷൻ ഓഫ് ഗാഡ് ആൻഡ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ ഡോക്ട്രിൻ, ഫോർ റിപ്രൂഫ്, ഫോർ കറക്ഷൻ, ഫോർ ഇൻസ്ട്രക്ഷൻസ് ഇൻ റൈച്ചസ്നസ്. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഡോക്ടറിന് വേണ്ടി, റീപ്രൂഫിന് വേണ്ടി, കറക്ഷന് വേണ്ടി, ഇൻസ്ട്രക്ഷൻ ടു റൈച്ചസ്നസ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1ാമത്തെ ലേഖനം റോമാ ലേഖനം, നമുക്കറിയാം അത് ശരിക്കും ഡോക്ട്രിനൽ ലേഖനം തന്നെയാണ്, ഉപദേശത്തിന് വേണ്ടി തന്നിരിക്കുന്നതാണ്. 2ാമത്തേതാണ് കൊരിന്ത്യ ലേഖനങ്ങൾ, അത് ശരിക്കും ശാസനത്തിന്, 2ാമത്തെ കാര്യത്തിന് ശാസനത്തിന് വേണ്ടി തന്നിരിക്കുന്നത് 2 കൊരിന്ത്യ ലേഖനവും. 3ാമത് നോക്കിക്കഴിഞ്ഞാൽ ഗലാത്യ ലേഖനം, അത് കറക്ഷന് വേണ്ടി തന്നിരിക്കുന്നു. കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗുണീകരണം, നമുക്ക് ക്രമീകരണം പ്രാപിക്കുവാനായിട്ട്, മടങ്ങി വരാനായിട്ട്, തിരിച്ചു വരാനായിട്ട്. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, മനസ്സിലായോ, അവരെ ശാസിക്കുന്നത് കാരണം അവര് മടങ്ങി വരാനായിട്ട്, തിരിച്ചു വരാനായിട്ട് പറയുക, കറക്റ്റ് ചെയ്യാൻ പറയുക. ഇനി ഞങ്ങൾ അറിയിച്ചതല്ലാതെ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പറഞ്ഞാൽ പോലും അവൻ ശപിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് യു പ്ലീസ് കറക്റ്റ് യുവർ സെൽഫ് എന്ന് പറയുക. അങ്ങനെ കറക്ഷന് വേണ്ടി എഴുതിയിരിക്കുന്ന ലേഖനമാണ് ഗലാത്യ ലേഖനം. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തെസലോനിക്ക ലേഖനം, ആ ഒരു ഓർഡറിൽ വരുമ്പോൾ തെസലോനിക്ക ലേഖനം എഴുതിയിരിക്കുന്നത് നീതിയിലെ അഭ്യസനത്തിന് വേണ്ടിയിട്ട്. അത് അവസാനത്തെ ലേഖനമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ഓർഡറിലാണ് ഇത് പറയുന്നത്. ഞാൻ എൻ്റെ 42ാമത്തെ എപ്പിസോഡാണെന്ന് തോന്നുന്നു, ആദ്യകാലങ്ങളിൽ ചെയ്തൊരു എപ്പിസോഡിൽ ഈ വിഷയം കൂടുതൽ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഒരു ഡ്രോയിങ് ഒക്കെ വരച്ച് അത് കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനുമായിട്ട് വേർതിരിച്ചിരിക്കുന്നത്.
എനിവേ, അതിനെക്കുറിച്ച് നമ്മൾ അധികം തല പോകേണ്ട. ഞാൻ പറഞ്ഞത് ആ ഒരു ക്രമം നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ബുക്ക് റോമാലേഖനമാണ്. അത് എന്താ ഡോക്ടറിനൽ ബുക്കാണ്, ഉപദേശമാണ്. രണ്ടാമത്തേത് കൊരിന്ത്യ ലേഖനമാണ്, നമ്മളിതാ പഠിക്കുന്നത്. അത് ശാസനത്തിന് വേണ്ടിയിട്ടാണ്. ശാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്ത കുഴപ്പങ്ങളില്ല. അത് കാരണം അവരെ ശാസിച്ചെഴുതിയിരിക്കുന്ന ബുക്കാണ്, റീപ്രൂഫ്. അതാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഈ പൗലോസ് അപ്പോസ്തലന്റെ 13 ലേഖനങ്ങളെയും മൊത്തത്തിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയൊക്കെ എഴുതിയിരിക്കുന്നതാണ് എന്നുകൂടെ നമുക്കൊന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്. 13 ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നതിന്റെ അതിന്റെ ഉള്ളടക്കം, അതിന്റെ ആ ഒരു ഡോക്ട്രിനൽ തീം നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ സ്കെച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട്. അതൊന്ന് കാണിക്കാം. ഇപ്പോൾ അത് കൂടുതൽ ലളിതമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എ ഡോക്ട്രിനൽ തീം ഓഫ് പോൾസ് എപ്പിസ്റ്റൽസ്. പൗലോസ് അപ്പോസ്തലന്റെ 13 ലേഖനങ്ങളും ഡോക്ട്രിനൽ തീം. ഒന്നാമത്തെയാണ് സോറ്റീരിയോളജി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോറ്റീരിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൽവേഷൻ, അതായത് രക്ഷാ തത്വശാസ്ത്രം എന്ന് പറയും മലയാളത്തിൽ. ഒന്നാമത്തെ രക്ഷാപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ബുക്കാണ്. അത് ഏതൊക്കെ ബുക്കുകളാണ്? അത് ലാസ്റ്റിലത്തെ ആ ഒരു കോളം നോക്കി അതിൽ എഴുതിയിട്ടുണ്ട്. റോമാ ലേഖനവും ഗലാത്യ ലേഖനവുമാണ് എപ്പിസ്റ്റൽസ്. റോമാ ലേഖനവും ഗലാത്യ ലേഖനവും എഴുതിയിരിക്കുന്നത് രക്ഷാപരമായിട്ട്, സാൽവേഷൻ, രക്ഷാ തത്വശാസ്ത്രം, സോറ്റീരിയോളജിക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ബുക്കുകളാണ്. അതായത് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, അതായത് വിശ്വാസത്താലുള്ള നീതീകരണം, ദ ഗോസ്പൽ, നമ്മുടെ സുവിശേഷം എന്താണ്, സിൻ ആൻഡ് റിഡംഷൻ, പാപവും അതിൽ നിന്നുള്ള വീണ്ടെടുപ്പും. ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ രക്ഷാപരമായിട്ട് എഴുതിയിരിക്കുന്ന ബുക്കാണ് റോമാലേഖനവും ഗലാത്യ ലേഖനവും. രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ എക്ലസിയോളജി എന്ന് പറയും. എക്ലേസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ, ചർച്ച്, ദ ചർച്ച്. ഈ ചർച്ച് എന്ന് പറയുന്നത് ക്രിസ്തീയ ചർച്ചിനെ മാത്രമല്ല കേട്ടോ. ഗ്രീക്ക് പദത്തിൽ എക്ലേസിയ എന്നുള്ള വാക്ക് എല്ലാ സഭയ്ക്ക് ഉപയോഗിക്കാം. നമുക്ക് ഈ അസംബ്ലി എന്ന അർത്ഥം വരുന്നത് പോലെ തന്നെ നിയമസഭ, ലോകസഭ, ഇതിനൊക്കെ ആ വാക്ക് തന്നെ എക്ലേഷ്യ എന്ന വാക്ക് തന്നെയാണ് ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത്. ഈ എക്ലസിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭാപരമായ, ദ ചർച്ച്, ചർച്ചിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. അത് ഏത് ബുക്കിലാ, പോളിന്റെ ഏത് ബുക്കിലാ പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റിൽ നോക്കിയേ, 1-2 കൊരിന്ത്യൻസ്, കൊരിന്ത്യ ലേഖനം, 1-2 കൊരിന്ത്യ ലേഖനം സഭാപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തൊക്കെയാ സഭാപരമായിട്ടുള്ളത്? നേച്ചർ ആൻഡ് ഓർഡർ ഓഫ് ദ ചർച്ച്. ഒരു സഭ എങ്ങനെയായിരിക്കണം, അതിന്റെ ഓർഡർ എങ്ങനെയായിരിക്കണം, അവിടുത്തെ ശുശ്രൂഷകൾ എന്തൊക്കെയായിരിക്കണം, ആ നിലയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ് നേച്ചർ ആൻഡ് ഓർഡർ ഓഫ് ദ ചർച്ച്. 2 സ്പിരിച്വൽ ഗിഫ്റ്റ്, ആത്മീക വരങ്ങൾ നമുക്ക് ലഭിക്കുന്നതിനെ കുറിച്ചും അതെന്തൊക്കെയാണെന്നും, ചർച്ച് ഡിസിപ്ലിൻ, ആ ചർച്ചിൽ എങ്ങനെ, അച്ചടക്കം എങ്ങനെ നമ്മൾ ചർച്ചിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം, ഡിസിപ്ലിൻഡ് ആയിട്ട് എങ്ങനെ കൊണ്ടുപോകണം, മിനിസ്ട്രി ആൻഡ് അപ്പസ്റ്റൽഷിപ്പ്, ആ സഭയുടെ കാര്യങ്ങൾ മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്ന ബുക്കാണ് ഈ കൊരിന്ത്യ ലേഖനം, 1-2 കൊരിന്ത്യ ലേഖനം. ഇതിനാണ് എക്ലസിയോളജി എന്ന് പറയുന്നത്, ഈ ബുക്കുകളെയാണ്. ഇനി അടുത്തതായിട്ട് എസ്കറ്റോളജി എന്ന് പറയും. എസ്കറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഗാന്ത്യ ശാസ്ത്രം എന്ന് പറയും. അതായത് എൻ ടൈംസ്, കാലത്തിന്റെ അവസാനത്തെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ് യുഗാന്ത്യ ശാസ്ത്രം. അതേതാ? അത് 1-2 തെസലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-2 ഈ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്തൊക്കെയാ പറയുന്നത്? അതായത് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, റാപ്ചർ, റിസറക്ഷൻ, ഡേ ഓഫ് ദ ലോർഡ്. ഡേ ഓഫ് ദ ലോർഡ് എന്നൊക്കെ പറയുന്നത് കർത്താവിന്റെ നാൾ. അതുപോലെ തന്നെ ദ മാൻ ഓഫ് സിൻ, ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിനെ കുറിച്ച്, കർത്താവിന്റെ 2ാം വരവിനെ കുറിച്ച്, റാപ്ചറിനെ കുറിച്ച്, റിസറക്ഷനെ കുറിച്ച് ഒക്കെ പറഞ്ഞിരിക്കുന്ന ബുക്കുകളാണ്. ഇതാണ് എസ്കറ്റോളജിക്കൽ ബുക്കുകൾ എന്ന് പറയുന്നത്. തെസലോനിക്കർക്ക് എഴുതിയ ലേഖനമാണ്. അടുത്തതായിട്ട് ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ ക്രിസ്തു ശാസ്ത്രമാണ്. കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതേത് ബുക്കിലാണ്? അത് എഫേഷ്യൻസ്, കൊലോഷ്യൻസ്, ഫിലിപ്പിയൻസ് ആൻഡ് ഫിലമോൻ, ഈ 4 ബുക്കുകളിലാണ്. അതായത് ഇതിനെ കാരാഗ്രഹ ലേഖനങ്ങളെന്നും അറിയപ്പെടാറുണ്ട്. റോമൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ എഴുതിയ 4 ലേഖനങ്ങളാണ്. എന്നാൽ ഈ ലേഖനങ്ങളാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്റ്റോളജി പറഞ്ഞിരിക്കുന്നത്. പറയാൻ കാരണം യേശു ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ജനം ഈ സത്യത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കും. അങ്ങനെ ദുരുപദേശങ്ങൾ ആ ദേശത്ത് പടർന്നു കഴിഞ്ഞപ്പോൾ അവരെ ആ യേശു ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം, ശരീരവും തലയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങളാണ്. അതിനെയാണ് ക്രിസ്റ്റോളജി അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച ലേഖനങ്ങൾ. സുപ്രീമസി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഡീറ്റി ഓഫ് ക്രൈസ്റ്റ്. ഡീറ്റി എന്ന് പറയുന്നത് കർത്താവിന്റെ ആ ദൈവികത്വം. അതുപോലെ തന്നെ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, കർത്താവിനോട് നമ്മൾ ഒന്നാകുക. ക്രൈസ്റ്റ് ആസ് ഹെഡ് ഓഫ് ദ ചർച്ച്, ചർച്ചിന്റെ തലയാകുന്നു കർത്താവ് എന്നുള്ള ആ ഒരു തീം. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ലൈഫ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നമുക്ക് എങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ്
ക്രിസ്റ്റോളജിക്കൽ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങൾ. അടുത്ത 3 പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് ആണ്. അത് ഇടയലേഖനം, സഭയെ എങ്ങനെ പരിപാലിക്കണം, ചർച്ചിന്റെ ലീഡർഷിപ്പ് കാര്യങ്ങള്, ചർച്ചിലെ പ്രാക്ടീസുകൾ എന്തൊക്കെയായിരിക്കണം, എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ബുക്കുകൾ. അത് ഏതൊക്കെയാ? അത് 1, 2 തിമോത്തി, പിന്നെ ടൈറ്റസ്, ഈ ബുക്കുകളാണ് അത് പറയുന്നത്. ചർച്ച് ലീഡർഷിപ്പ്, സൗണ്ട് ഡോക്ട്രിൻ, അതായത് ശരിയായ സുവിശേഷം എന്താണെന്ന്, പാസ്റ്ററൽ മിനിസ്ട്രി, ചർച്ചിന് എങ്ങനെ പരിപാലനം നടത്തണം, ഡിഫൻസ് ഓഫ് ദ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം, നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം, അതിനെ എങ്ങനെ കാത്തു സൂക്ഷിക്കണം, എങ്ങനെ അതിനെതിരായിട്ട് പോരാടണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് പൗലോസ് അപ്പോസ്തലന്റെ തന്നെ ഈ 13 ലേഖനങ്ങളെ ഇങ്ങനെ 5ആയിട്ട് നമുക്ക് തിരിക്കാം. സോറ്റീരിയോളജി, എക്ലേസിയോളജി, എസ്കറ്റോളജി, ക്രിസ്റ്റോളജി ആൻഡ് പാസ്റ്ററൽ എപ്പിസ്റ്റൽസ്. ബൈബിൾ ക്ലാസ് ആണല്ലോ, ഒരു ബേസിക് അറിവ് നമുക്ക് ആ വിഷയത്തിലുള്ളത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനൊരു അല്പസമയം വേർതിരിച്ചത്. നിങ്ങൾക്കത് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് ഇത് വേർതിരിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ലേഖനം എഴുതുന്ന സാഹചര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചു. 2ാം മിഷണറി യാത്രയുടെ ഭാഗമായിട്ട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത് സന്ദർശിച്ചിരുന്നു. ആ കൊരിന്തിലെ ശുശ്രൂഷയും ഏകദേശം 18 മാസത്തോളം അവിടെ ശുശ്രൂഷിക്കുകയും ചെയ്തു. എന്നാൽ ആ സമയത്തല്ല ഈ ലേഖനം എഴുതിയത്. അതിനുശേഷം അവിടുന്ന് മടങ്ങി പോരുകയും തിരിച്ച് 3ാം മിഷണറി യാത്രയുടെ ഭാഗമായിട്ട് തന്നെ എഫെസോസിൽ എത്തിച്ചേരുകയും, എഫെസോസിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ക്ലോവയുടെ ആൾക്കാരാൽ തനിക്ക് കൊരിന്തിലെ സഭയുടെ വിശേഷങ്ങൾ തനിക്ക് അറിവ് അവിടെ ലഭിക്കുകയും, അതിന് മൂലം അവരുടെ ആ ദുർനടപ്പ് വിട്ടു മാറിയിട്ടില്ല എന്ന് ഉള്ള അറിവ് പൗലോസിന് കിട്ടിയത് കൊണ്ട് ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് കാണിച്ച് ഒരു മുൻ ലേഖനം അവർക്ക് എഴുതുവാനായിട്ടിടയായി. ആ മുൻ ലേഖനം അവർക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് അറിയത്തില്ല. ആ ലേഖനത്തിന് എന്ത് സംഭവിച്ചു എന്ന് അറിയത്തില്ല, അത് നമുക്ക് തിരികെ കിട്ടിയിട്ടില്ല, എന്നുള്ളത് നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് ഇടയായി. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അറിയാനായിട്ട് തിമോത്തിയെ അങ്ങോട്ട് അയക്കുവാനിടയായി. അവിടെ നിന്നും ചില ചോദ്യങ്ങൾ പോളിന് ലഭിക്കുവാനായിട്ട് ഇടയായി. അതിനുശേഷം അത് വിവാഹമോചനം, വിഗ്രഹാർപ്പിതം, തിരുമേശ, പുനരുദ്ധാനം, ഈ വിഷയങ്ങളെ കുറിച്ച് അവരറിയുവാനായിട്ട് ആഗ്രഹിച്ച് എഴുതിയിരുന്ന എഴുത്താണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 1ാമത്തെ ലേഖനത്തിൽ എഴുതിയ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ചോദ്യങ്ങളുടെ എല്ലാം മറുപടിയുടെ ചേർത്ത് ഒരു 15-16 അധ്യായങ്ങളുള്ള ഒരു വലിയ ലേഖനം എഴുതുവാനായിട്ട് ഇടയായി. അതാണ് 1ാമത്തെ കൊരിന്ത്യ ലേഖനമായിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന, നമ്മുടെ ബൈബിളിൽ ചേർത്തിട്ടുള്ള കൊരിന്ത്യ ലേഖനം. 1ാമത്തെ കൊരിന്ത്യ ലേഖനം അതാണ്, അങ്ങനെ എഴുതിയിരിക്കുന്ന ലേഖനമാണ്. അതിന്റെ 1ഉം 2ഉം വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ഇൻട്രഡക്ഷനോടുള്ള ബന്ധത്തിൽ. ഇന്ന് നമ്മളത് തുടർമാനമായിട്ട് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. കൊരിന്ത്യ ലേഖനം 1ാമത്തെ അധ്യായം അതിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവേഷ്ടത്താൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക്, പൗലോസ് അപ്പോസ്തലനും സോസ്തനേസും ചേർന്നിട്ടാണ് ഈ ദൈവസഭയ്ക്ക്, കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയിരിക്കുന്നത്. ക്രിസ്തു യേശുവിൽ വിശദീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത്. ഇത്രയുമാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. എന്നാൽ ഇന്ന് 3ാമത്തെ വാക്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഞാൻ ആ വാക്യത്തിലൊന്നും നിൽക്കുകയാണ്. നമുക്ക് നോക്കുമ്പോൾ അധികം ഒന്നും പറയാനില്ല എങ്കിലും ഒരല്പം കാര്യം അവിടെ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. 3ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ആത്മാവിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പരിശുദ്ധ ആത്മാവാൻ ദൈവത്തിലുള്ള ഗ്രീറ്റിംഗ്സ് പറയുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൻലി പരിശുദ്ധ ആത്മാവാൻ ദൈവം ഓൾറെഡി നമ്മുടെ ഉള്ളിൽ വസിക്കുക. നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് പരിശുദ്ധ ആത്മാവാൻ ദൈവം വന്നിരിക്കുക, നമ്മുടെ ഉള്ളിൽ വസിക്കുക. രക്ഷിക്കപ്പെട്ട ഒരു സഭ, ആ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് പരിശുദ്ധ ആത്മാവ് വന്നിരിക്കുകയാണ്. ആത്മാവിനാൽ നാം നിറയപ്പെട്ടിരിക്കുക. ഓൾറെഡി നമ്മുടെ ഉള്ളിൽ പരിശുദ്ധ ആത്മാവാൻ ദൈവം വസിക്കുന്നത് കൊണ്ടാണ് പിതാവായ ദൈവത്തിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും ആ ഗ്രീറ്റിംഗ്സ് അറിയിച്ചിരിക്കുന്നതെന്നാണ് പൊതുവെ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. ഞാൻ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. അതുകൊണ്ടാണ്, അല്ലാതെ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധ ആത്മാവിനെ മറന്നുപോയിട്ടോ അല്ലെങ്കിൽ ആ ഗ്രീറ്റിംഗ്സ് അറിയിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടോ അല്ല. തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ആ പരിശുദ്ധ ആത്മാവാൻ ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നതിനാൽ അതുകൊണ്ട്
പിതാവിന്റെയും പുത്രന്റെയും പേരിലുള്ള ഗ്രീറ്റിംഗ്സ് അറിയിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പറഞ്ഞു വരികയാണ്. ഇത് ഒരു ലേഖനത്തിൽ മാത്രമല്ല, ഉടനീളം 13 ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ കാര്യം ഇന്നതാണ് എന്ന് പൊതുവെ വിശ്വസിച്ചു വരുന്നു. നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പൗലോസ് അപ്പോസ്തലന്റെ ഒരു സ്റ്റാൻഡേർഡ് ഗ്രീറ്റിംഗ് ആണ് ഈ ഗ്രേസ് ആൻഡ് പീസ്, കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇതൊരു പൊളൈൻ ക്രിസ്ത്യൻ ഗ്രീറ്റിംഗ്സ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രേസ് ബി വിത്ത് യു ആൻഡ് പീസ്. ഇത് ഇങ്ങനെ പറയാൻ കാരണം വെറും ഒരു ഗ്രേസ് ആൻഡ് പീസ് എന്നൊരു വേർഡ് മാത്രമല്ല. നമ്മൾ പൊതുവെ ക്രിസ്ത്യാനികൾ, പെന്തക്കോസ്തുകാരും മറ്റുള്ളവരൊക്കെ കാണുമ്പോഴത്തേന് പ്രൈസ് ദ ലോർഡ് എന്ന് സാധാരണ പറയാറുണ്ട്. ഈശോ മെശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് കത്തോലിക്കക്കാർ പറയാറുണ്ട്. എന്ന് പറഞ്ഞതുമാതിരി മറ്റുള്ള ജാതികളും മറ്റുള്ളവരൊക്കെ അവരവരുടെ ഗ്രീറ്റിംഗ്സ് അറിയിക്കുന്ന പോലെ തന്നെ നമ്മൾ കാണുമ്പോൾ കൂടുതലും പറയുന്നത് ഗ്രേസ് ആൻഡ് പീസ് അൺടു യു എന്നാണ്. അതായത് കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ് പറയുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. എന്നാൽ ഒരു പൊളൈൻ ഗ്രീറ്റിംഗ്സ് രീതിയാണ് ഈ ഗ്രേസ് ആൻഡ് പീസ് എന്ന് പറയുന്നത്, കൃപയും സമാധാനവും. ഈ പറയാൻ കാരണം വിശ്വാസത്താലുള്ള നീതീകരണത്താൽ നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ആ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുകയുമാണ്. ഇത്രയും കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ആ കൃപയും സമാധാനവും എന്ന് പറയുന്നത്. വിശ്വാസത്താൽ, കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണത്താൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, നമുക്ക് ആ പീസ് ഉണ്ട്, നമുക്ക് ആ സമാധാനമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കൃപയിലേക്ക് നമുക്ക് പ്രവേശനവുമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ ഒരു ഷോർട്ട് ഫോമാണ് ഈ ഇത്രയും വലിയൊരു സന്ദേശം അതിൽ കൂടെ പറയുന്നത്. ജസ്റ്റ് ഒരു ഗ്രീറ്റിംഗ്സ് മാത്രമല്ല, ഗ്രേസ് ആൻഡ് പീസ് എന്ന് ജസ്റ്റ് പറഞ്ഞു പോവുക മാത്രമല്ല, അതിൽ കൂടെ പോളിനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സുവിശേഷത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. നമുക്ക് മഴവില്ല് കാണുമ്പോഴത്തേന് നോഹയെ ഓർമ്മ വരും. പരിച്ഛേദന എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അബ്രഹാമാണ്. കാര്യം അവർക്ക് കൊടുത്തിരിക്കുന്നതാണ് ഈ കാര്യങ്ങൾ. അത് പറയുമ്പോൾ തന്നെ ഒരു വലിയ സന്ദേശം അതിൽ കൂടെ വരിക. എന്ന് പറഞ്ഞ മാതിരി ഗ്രേസ് ആൻഡ് പീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കർത്താവിന്റെ കാൽവറി ക്രൂശ് നമ്മുടെ മുന്നിൽ തെളിയുക. കാര്യം അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുക. രക്ഷിക്കപ്പെട്ടത് കർത്താവിന്റെ ആ കൃപയാലും ആ രക്ഷപ്പെട്ടതിനാൽ സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുക. കാര്യം നാം നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുക, ദൈവമക്കളായിട്ട് തീർന്നിരിക്കുക. ഈ ഗ്രേസ് ആൻഡ് പീസ് എന്ന് പറയുമ്പോൾ തന്നെ കർത്താവിന്റെ ക്രൂശ് നമ്മുടെ മുന്നിൽ തെളിയുക. കാര്യം നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു, കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുക. അതിലെ വിശ്വാസത്താൽ നമുക്കിത് ലഭിച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് നമ്മുടെ സഹോദരങ്ങളൊക്കെ കാണുമ്പോൾ ഗ്രേസ് ആൻഡ് പീസ് എന്ന് പറഞ്ഞ് ഹഗ് ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും ആ ഒരു ഗ്രീറ്റിംഗ്സ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഒരു പൗലീൻ മാതൃക, ഒരു പൗലോസ് അപ്പോസ്തലന്റെ ഒരു മാതൃകയാണ് എന്ന് ഞാൻ ഇതിൽ കൂടെ നിങ്ങളെ ഓർപ്പിക്കുക. പൗലിന്റെ മിക്ക ലേഖനങ്ങളിൽ നമുക്കിത് എഴുതിയിരിക്കുന്നത് കാണാം. കർത്താവ് യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇനി ഇതിന്റെ വേറൊരു ആസ്പെക്ട് കൂടെ ഉണ്ട്. ഇവിടെ ഈ കൊരിന്ത്യർക്ക് ഇത് പറയുമ്പോൾ ഈ കൊരിന്ത്യ സഭയില് ഉണ്ടായിരുന്ന ജനങ്ങളെ നോക്കിക്കഴിഞ്ഞാലും അവര് ഒരു ഗ്രീക്ക് ക്രൗഡും ഒരു യഹൂദിയ ക്രൗഡുമാണ്. ഗ്രീക്ക് എന്ന് പറയുന്നത് റോമാണ് ഭരിക്കുന്നതെങ്കിലും അതിന് മുൻപ് ഭരിച്ചിരുന്നത് ഗ്രീക്കാ, അതായത് അലക്സാണ്ടർ ചക്രവർത്തിയാണ് ഈ ദേശം മുഴുവനും ഭരിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഇത് ഗ്രീസാണ്. ഗ്രീസിലെ ഗ്രീക്കുകാരാണ് കൂടുതലായിട്ടുള്ളത്, റോമൻസും ഒക്കെ ഉണ്ടെങ്കിലും പൊതുവെ ഒരു ഗ്രീക്ക് ആധിപത്യം ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട് ആ ദേശം മുഴുവനും. അപ്പൊ അവിടെ മറ്റുള്ളിടത്തുനിന്ന് വന്ന് താമസിക്കുന്നവരെല്ലാം ഗ്രീക്ക് യവനായ കൾച്ചർ അവരുടെ ഇടയിൽ വളരെ പ്രസക്തമാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളത് യഹൂദന്മാരാണ്, ജൂയിഷ് പീപ്പിളാണ്. ഈ ഗ്രീക്കുകാരുടെ ഒരു കോമൺ ഗ്രീറ്റിംഗ് രീതിയാണ് ചാരിസ് എന്ന് പറയുന്നത്. ചാരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസ് എന്നാണ്. അതുപോലെ തന്നെ യഹൂദന്റെ ഒരു കോമൺ ഗ്രീറ്റിംഗ് രീതിയാണ് ഷാലോം എന്ന് പറയുന്നത്. ഷാലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ് എന്നാണ്. ഈ രണ്ട് കൂട്ടരുമാണ് ഇവിടെ ഉള്ളത്, ചാരിസ് ആൻഡ് ഷാലോം, അതായത് ഗ്രേസ് ആൻഡ് പീസ്. അപ്പോൾ അപ്പോഴേ ഈ ഗ്രേസ് ആൻഡ് പീസ് എന്ന് പറയുന്നവരെ വിഷ് ചെയ്യുമ്പോൾ തന്നെ എല്ലാം അതിൽ അടങ്ങിയ അവർക്കുള്ള വിഷിങ്ങും കിട്ടുകയാണ്, അവരുടെ ഭാഷയിൽ തന്നെ അവരെ വിഷ് ചെയ്യുന്ന രീതിയും അതിൽ അഡോപ്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു വലിയ മെസ്സേജും അതിൽ കൂടെ അവർക്ക് ലഭിക്കുകയാണ്. ഹല്ലേലൂയ. ഗ്രേസ് എന്ന് പറയുന്നത് ഗാഡ്സ് പ്രൊവിഷൻ ത്രൂ ക്രൈസ്റ്റ് ഫിനിഷ്ഡ് വർക്ക്, കർത്താവിന്റെ ആ ക്രൂശിലൂടെ അവർക്ക് ലഭിച്ചിരിക്കുന്ന ദാനമാണ്. ആ പീസ് എന്ന് പറയുന്നത് ഇസ് ദ റിസൾട്ട് ഓഫ് റിസീവിങ് ദ ഗ്രേസ്. ആ കൃപ ലഭിച്ചത് കൊണ്ടുള്ള അതിന്റെ ഫലമാണ് ആ പീസ് എന്ന് പറയുന്നത്, സമാധാനം. കാര്യം നാം ദൈവമക്കളായി തീർന്നിരിക്കുക, ദൈവരാജ്യത്തിന് അവകാശികളായി തീർന്നിരിക്കുക. ആ ഒരു വാക്കില് ബേസിക്കലി നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി കാര്യങ്ങൾ അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്.
നിങ്ങൾക്കത് മനസ്സിലാകുന്നെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വാക്യത്തിലേക്ക് കിടക്കാം, 4-ാമത്തെ വാക്യം. ഞാൻ എല്ലാ വാക്യത്തിലും ഇത്ര നീക്കത്തില്ല കേട്ടോ, ഒത്തിരിയും ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തീരത്തില്ല. ഞാൻ ഒരല്പം കൂടെ ഫാസ്റ്റ് ആയിട്ട് പോകും. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. പോളിന്റെ ഒരു രീതിയാണിത്. എല്ലാ ചർച്ചുകൾക്കും ഈ ലേഖനം എഴുതുമ്പോഴത്തേന് അവിടെ ഉണ്ടായിരിക്കുന്ന ഉണർവും അവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപയും ഒക്കെ ഓർത്ത് താൻ ഒത്തിരി സന്തോഷിക്കും. പോളിന്റെ ആ ശുശ്രൂഷ ചെയ്യുന്ന നമുക്കും ഒക്കെ ഈ സന്തോഷം ഉണ്ടാവും. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ, നമ്മുടെ സൂം മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് റിലീസ് ആകുമ്പോൾ നമ്മുടെ ജനം അത് കാണാനായിട്ട്, അത് കേൾക്കാനായിട്ട്, അതിൽ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട്, മറ്റുള്ളവരോട് ആർഗ്യൂ ചെയ്ത് ഇത് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു ആർജവം കാണിക്കുന്നത് കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മളിൽ കൂടെ വേറൊരാളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു ദൈവിക സന്ദേശം, അതായത് ദൈവകൃപ അവരുടെ ഉള്ളിൽ അത് വളർന്ന് വർദ്ധിച്ച് അത് അനേകരെ നേടുന്ന ലെവലിലേക്ക് ദൈവം ഉപയോഗിക്കുന്നു എന്ന് കാണുമ്പോഴത്തേന് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളം തുടിക്കുക. കോട്ടയത്തെ ചർച്ചിൽ, എറണാകുളത്തെ ചർച്ചിൽ, അതുപോലെ തന്നെ മറ്റു ചർച്ചുകളൊക്കെ ചെല്ലുമ്പോഴത്തേന് ജനം സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്ന കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞതുപോലെ എൻ്റെ സ്ഥിതി അതാണെന്നുണ്ടെങ്കിൽ പോളിന്റെ സ്ഥിതി എന്തായിരിക്കും? പൗലോസ് അപ്പോസ്തലന് ദൈവം ഡയറക്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു വലിയ സന്ദേശം. ആ സന്ദേശം ലോകത്തെ അറിയിക്കുക. തനിക്ക് അറിയിക്കാനായിട്ട് എങ്ങും ബുക്കിൽ എഴുതി കൊടുത്തിട്ടില്ല, ഒരിടത്തും ഇതിന് മുൻപായിട്ട് എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് മറഞ്ഞിരുന്ന ഒരു മർമ്മമാണ്. ദൈവം ഡയറക്റ്റ് പൗലോസ് അപ്പോസ്തലനോട് സംസാരിക്കുക, അത് പോള് അത് ലോകത്തെ അറിയിക്കുക, അത് സഭയ്ക്ക് പറഞ്ഞു കൊടുക്കുക, അത് 13 ലേഖനങ്ങളിൽ കൂടെ പിന്നെ എഴുതി നമുക്ക് തരിക. ആ സന്തോഷം താൻ പങ്കിടുക. കൊരിന്തിലൊക്കെ പേഴ്സണലായിട്ട് അവിടെ താമസിച്ച് അവിടെ ശുശ്രൂഷിക്കുക. 18 മാസം ട്യൂഷൻ എടുക്കുന്ന മാതിരി കയറി ഇറങ്ങി നടന്ന് അവരെ പഠിപ്പിക്കുക. അവിടുത്തെ സിനഗോഗിൽ മുടങ്ങാതെ പോയി ക്ലാസ്സുകൾ എടുക്കുക. അപ്പൊ അവിടെ അങ്ങനെ ഒരു സഭ രൂപം കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേന് അവരുടെ വിശ്വാസവും അവരുടെ ആ സത്യം അറിഞ്ഞതിനുള്ള ആ ഒരു സന്തോഷവും ഒക്കെ ഓർത്തിട്ട് അപ്പോൾ സന്തോഷിക്കുന്നു എന്ന് അവരെ അറിയിക്കുക. ഈ വാക്യത്തിൽ പറയുന്നത് അതാ, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഇത് പറയുവാനായിട്ട് കഴിയട്ടെ. റോമാലേഖനത്തിൽ നിന്നൊരു വാക്യം കാണിച്ചോട്ടെ. സിമിലർ ഫാഷനിൽ പോൾ എഴുതിയിരിക്കുന്ന 1-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടോ, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. മനസ്സിലായോ? നിങ്ങളുടെ ആ സന്തോഷം നിങ്ങൾക്ക് മനസ്സിലായിരിക്കും, നിങ്ങളുടെ ആ തീക്ഷ്ണത, നിങ്ങളുടെ ആ വചനത്തിലുള്ള ഉറപ്പ്, നിങ്ങളുടെ ആ സത്യം മനസ്സിലായതിനുള്ള സന്തോഷം അറിഞ്ഞിട്ട് നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു. ഞാൻ ആദ്യം തന്നെ അതിന് ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്തു എന്ന് പറയും. ഒരുമാതിരിപ്പെട്ട ഏത് ലേഖനം നോക്കിയാലും പോളിന്റെ ഈ ഒരു രീതിയിലുള്ള അഡ്രസ്സിങ് നമുക്ക് കാണുവാൻ കഴിയും. കൊലോസ് ലേഖനം 1-ന്റെ 4-ാമത്തെ വാക്യം കണ്ടില്ലോ, കൊലോസിയർ 1-ന്റെ 4. അവിടെ പറയാ, ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഇതേ രീതി ഒത്തിരി എടുത്ത് നമുക്ക് കാണുവാൻ കഴിയും. ഒത്തിരി നല്ല പോളിന്റെ എല്ലാ ലേഖനത്തിലും പോളിന്റെ ഒരു രീതിയാണ്. കാര്യം തനിക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു സന്തോഷം താൻ സ്ഥാപിച്ച സഭകളാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോട് പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്നും ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇത് പൗലോസ് അപ്പോസ്തലന് കൊരിന്ത്യരെ ഗ്രീറ്റ് ചെയ്യുമ്പോഴും സെയിം കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ഇത് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുക. വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഇതിന്റെ പുറകെ വടി വരുന്നുണ്ട്. പക്ഷേ ആദ്യമേ അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്യുകയും സന്തോഷത്തോടെ അവരെ ഒന്ന് വന്ദനം ചെയ്യുകയൊക്കെ ചെയ്ത് കാര്യത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. മുന്നോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിച്ചു പോകാം. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരികയാണ്. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നു. അതായത് കർത്താവ് കല്ലറയിൽ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ആ ഒരു സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. നിങ്ങൾക്ക് എല്ലാത്തിലും ഈ കാര്യം മനസ്സിലാവുകയും ഇപ്പൊ നമുക്ക് ഗേറ്റ് മിനിസ്ട്രീസിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തുറന്നോസിന്റെ പാഠശാലയിൽ ഇത് പഠിക്കുന്നവർക്ക് സകല വിഷയത്തിലും സമ്പന്നരായി തീർന്നിരിക്കുക.
അതായത് അബ്രഹാമിന് അറിയാത്ത, മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയിട്ടില്ലാത്ത, 12 ശിഷ്യന്മാരോട് കൂടെ നടന്നിട്ട് അവരോട് പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത ആ ഒരു വലിയ സത്യങ്ങൾ ഇന്ന് പൗലോസ് അപ്പോസ്തലനിലൂടെ ലോകത്തിന് വെളിപ്പെട്ടത് നമുക്ക് പഠിച്ച് മനസ്സിലാക്കുവാൻ ദൈവം ഭാഗ്യം തന്നിരിക്കുക. അങ്ങനെ ഈ ഒരു വലിയ എന്താ പറയുന്നത്, സകലത്തിലും സമ്പന്നരായിരിക്കുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുക. നമുക്ക് ആ വിഷയത്തിലുള്ള അറിവ് ദൈവം തന്നിരിക്കുക. ഇതൊന്നും നമ്മുടെ പെർഫോമൻസ് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈ സഭയുടെ പെർഫോമൻസ് കൊണ്ടോ അല്ല, പ്രത്യുത ദൈവ കൃപയാല ഇതൊക്കെ നമുക്ക് മനസ്സിലായി വന്നിരിക്കുന്നതും ദൈവത്താൽ നമുക്ക് ആ അറിവ് ലഭിച്ചിരിക്കുക. അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് അതിന്റെ ആഴമായ അറിവിലേക്ക് നിങ്ങൾക്ക് കടക്കുവാൻ ദൈവം ഓപ്പണിംഗ് തന്നിരിക്കുന്നു. അത് നിങ്ങളുടെ മുന്നിൽ തുറന്നു തന്നിരിക്കുന്നു. വചനത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്നു, തുറന്നു ലഭിച്ചിരിക്കുന്നു എന്ന് പറയുക. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. നിങ്ങൾക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നുള്ളത്. കർത്താവിന്റെ ആ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഈ പ്രത്യക്ഷത എന്ന് നടക്കും എന്നുള്ളത് പൗലോസ് അപ്പോസ്തലന് അറിയത്തില്ല. ഇത് ദൈവത്തിന്റെ കാൽക്കുലേഷൻ അല്ല, ദൈവത്തിന്റെ പദ്ധതിയിലായിരിക്കുന്ന കാര്യമാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ യൂട്യൂബിൽ ഒരു ബ്രദർ കമന്റ് ചെയ്യുകയുണ്ടായി, ഈ കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ നടക്കുമെന്നല്ലേ, പിന്നെ ഇതുവരെ നടന്നില്ലല്ലോ എന്നൊക്കെ അദ്ദേഹം നിരൂപിച്ചിരുന്നത്. അങ്ങനല്ലേ അത്, പിന്നെ എന്തുകൊണ്ടാണ് നടക്കാതെ പോയെന്നൊക്കെ അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ട് ഞാൻ അതിനെ കഴിയുന്നതും മറുപടി കൊടുക്കുവാനും ശ്രമിച്ചു. പക്ഷെ എന്നുണ്ടെങ്കിൽ തുടർന്നും ബാലിശമായ ചോദ്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ അതിനെ വിട്ടുകളയാണ് ചെയ്തത്. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ നിരൂപിച്ചു എന്നുള്ളത് ശരിയാ, അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ശരിയാ. കാര്യം കർത്താവ് രാജാവായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുന്നത് കാണുവാനും താൻ മരണം കാണാതെ രൂപാന്തരപ്പെട്ട് ചേർക്കപ്പെടണമെന്നൊക്കെ താൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ശരി. അത് തൻ്റെ ആഗ്രഹമാണ്, തൻ്റെ ആഗ്രഹമല്ല നിറവേറണമെന്നില്ല. അദ്ദേഹം അപ്പോസ്തലനാണ്, ദൈവം അങ്ങനെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിരുന്നുവെങ്കിലും ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനെക്കാട്ടും ഒട്ടും പ്രത്യേകതയുള്ളവരല്ല ഈ കാലഘട്ടത്തിൽ. ഇതൊരു പ്രത്യേക തത്വമാണ്, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ കൃപായുഗത്തിൽ ഒരു വലിപ്പ ചെറുപ്പമില്ല. പൗലോസ് അപ്പോസ്തലന് വേറൊരാളെക്കാൾ യാതൊരു പ്രത്യേകതയും ആക്ച്വലി ഇല്ല. ഇവിടെ യഹൂദനെന്നോ യവനെന്നോ ദാസനെന്നോ യജമാനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ആണെന്നോ പെണ്ണെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. കാര്യം ഇവിടെ കാര്യമുള്ളത് നമ്മുടെ അകത്തെ മനുഷ്യനോടാണ്. നമ്മുടെ എല്ലാവരുടെയും ബ്ലഡ് നോക്കിക്കഴിഞ്ഞാൽ റെഡ് കളറാണ്. അത് കാശുകാരൻ്റെ ബ്ലഡിന് ഭയങ്കര ഡാർക്ക് റെഡ് എന്നും മറ്റുള്ളത് ലൈറ്റ് റെഡ് എന്നൊന്നുമില്ല, എല്ലാം റെഡ് കളറാണ്. നമ്മുടെ അകത്തെ മനുഷ്യൻ എല്ലാവരുടെയും ഒരുപോലെയാണ്. ആ അകത്തെ മനുഷ്യനോടാണ് ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ കൃപായുഗത്തിൽ ഇടപാടുകൾ ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. തൻ്റെ കാലഘട്ടത്തിൽ കർത്താവ് വരണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ കാലഘട്ടത്തിൽ കർത്താവ് വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ ജീവകാലത്ത് തന്നെ കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകും, ഞാൻ മരണം കാണാതെ രൂപാന്തരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെൻ്റെ വിശ്വാസം, അതെൻ്റെ ആഗ്രഹം. എന്നാൽ ദൈവിക പദ്ധതി ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ദൈവം സർവജ്ഞാനിയാണ്, എൻഡ് ടു എൻഡ് കാര്യങ്ങളെ അറിയാവുന്ന ദൈവമാണ്. ആ ദൈവത്തിന് എങ്ങനെ കാര്യങ്ങളെ ക്രമീകരിക്കണം, ആദ്യകാലങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതായത് ആ ഒരു പ്രത്യക്ഷത കാണുവാൻ ആഗ്രഹിക്കുന്നു. കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. അവരൊക്കെ അങ്ങനെ കാത്തിരുന്നവരാ. മേലെ എന്തെങ്കിലും ഒരു സൗണ്ട്, നല്ലൊരു കൊല്ലിയാനും ഇടിയും മിന്നലും ഒക്കെ കാണുമ്പോഴത്തേനും അവർ വെളിയിൽ ഇറങ്ങി നോക്കുമായിരുന്നു കർത്താവ് വരുവാണോ എന്നുള്ള രീതിയിൽ. അത്രയ്ക്ക് അവർ കാത്തിരുന്നവരാ. അത് ശരിയാണ്. പക്ഷെങ്കിൽ ക്രിസ്തീയ ലോകം വലിയ ഇരുണ്ട കാലഘട്ടത്തിൽ കൂടെ പിന്നീട് കടന്നു പോകുവാനായിട്ട് ഇടയായി. ദ ഏജ് ഓഫ് ഡാർക്ക്നെസ്. 1500-കളിൽ അതിനൊരു അന്ത്യം കുറിച്ചുകൊണ്ടാണ് മാർട്ടിൻ ലൂതറുടെ നേതൃത്വത്തിൽ ഒരു ഒരു നവോത്ഥാനം, ഒരു റിനൈസൻസ് സഭയിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായത്. അതിനുശേഷവും ഇമ്മീഡിയറ്റ്ലി കാര്യങ്ങളൊന്നും ആ ഒരു റൂട്ടിലേക്ക് വരാൻ സാത്താൻ അനുവദിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സാത്താൻ ഈ ഓടുന്ന നായിക്ക് ഒരു മുഴം മുന്നേ എന്ന് പറയുന്നത് മാതിരി എങ്ങനെ കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കി അതിന് മുന്നേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുക. പൂട്ടാവുന്നതിലെ മാക്സിമം താഴുകളിട്ട് പൂട്ടിയിരിക്കുക, നമ്മൾ ഈ സത്യം അറിയാതിരിക്കാൻ. ഒരു വിധത്തിലും ക്രിസ്ത്യാനി ഈ സത്യം അറിയരുത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലൂടെ നടന്നിരിക്കുന്ന രക്ഷണീയ പ്രവൃത്തിയും അതിലെ ആഴമായ വിശ്വാസത്തിലും സമർപ്പണത്തിലും ഇൻസ്റ്റന്റേനിയസ്ലി നാം രക്ഷിക്കപ്പെടുന്ന പദ്ധതി ഇന്ന് ക്രിസ്ത്യാനിക്ക് മർമ്മമായിട്ടിരിക്കുക. ഇന്ന് ക്രിസ്ത്യാനിക്ക് അറിയത്തില്ല. അത് ക്രിസ്ത്യാനിയുടെ കുഴപ്പമല്ല, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണ്. അവർക്ക് എന്ത് വേണമെന്ന് അറിഞ്ഞു വേണ്ടുന്നത് കൊടുത്ത് അവരെ തൃപ്തരാക്കിയിരിക്കുക.
ഒരു വലിയ ഗ്രൂപ്പിനെ പല റിലീജിയൻസ് ആയിട്ട് മാറ്റിയിരിക്കുക, മുറിച്ച് പല 4-5 മേജർ റിലീജിയൻസ് ആയിട്ട് അങ്ങ് മാറ്റി. അത് അവന്റെ പൂണിയിലായി കഴിഞ്ഞു. ബാക്കിയുള്ള ക്രിസ്ത്യാനി, അവൻ ഇനി എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാകാതിരിക്കണം, അതിന് വേണ്ടുന്നത് ഒക്കെ ചെയ്തു കൊടുത്ത് അവരെല്ലാം അങ്ങനെ തൃപ്തരായിട്ടിരിക്കുക. ഈ സത്യം അറിയാനായിട്ട് സാത്താൻ അനുവദിക്കത്തില്ല. നമ്മൾ വിചാരിക്കൽ 1500-കളിൽ മാർട്ടിൻ ലൂതർ വന്നു, റിഫോർമേഷൻ ഉണ്ടായി, ഇവിടെ എല്ലാം കാര്യങ്ങൾ ക്രമീകരിച്ചു. ഇവിടെ ഒരു ചുക്കും നടന്നിട്ടില്ല. ഇവിടെ നടന്നതൊക്കെ കൂടുതൽ കാര്യങ്ങൾ വഷളാകുവാനായിട്ടാണ് ഇടയായത്. ഏകദേശം 40,000 ചില്ലുവാനം 45,000 ചില്ലുവാനുമായിട്ട് വെട്ടിമുറിച്ച് പീസായിട്ട് ഡിവൈഡായി പോകുവാനായിട്ട് ഇടയായി. സാത്താൻ അറിയാം എവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ അവന്റെ വരുതിയിൽ നിർത്താൻ കഴിയുമെന്നുള്ളത്. അവൻ ജ്ഞാന സമ്പൂർണനാ. അവനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല. ഇന്ന് ഈ ലോകം അവന്റെ അധീനതയിൽ ആയിരിക്കുക. നമുക്ക് നേരിട്ട് അങ്ങ് കയറി ചെല്ലാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. കർത്താവിനെ പരീക്ഷിച്ചവനവൻ. അവന് മിഖായേലിനെയും ഗബ്രിയേലിനെയും ഒക്കെ തടഞ്ഞു നിർത്തുവാൻ തക്കവണ്ണം കഴിവുള്ളവനാണ് എന്നൊരു സത്യം നിങ്ങൾ മറന്നുപോലെ. ഞാൻ അവനെ ഉയർത്തുകയല്ല ചെയ്യുന്നത്, ബട്ട് അവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഈ സത്യം അറിയാതെ പോയിരിക്കുക. ഇത്ര നിസാരമായ ഒരു സുവിശേഷം, അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം ഭൂലോകത്തിൽ വന്ന് ഈ ഭൂമിയിൽ കൂടി നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ടൊരു പ്രായശ്ചിത്ത യാഗമായി ആ പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുക. അതിലെ വിശ്വാസത്താൽ സകല മാനവരാശിക്കും രക്ഷ എന്ന് പറയുന്ന ഒരു സ്വർഗീയ പദ്ധതി ഇവിടെ റിവീൽഡ് ആയിട്ട് നമുക്കതിനൊന്നും സമയവുമില്ല, നമുക്കിതൊന്നും അറിയത്തുമില്ല. അതിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് വലിയ നിശ്ചയമില്ല. ഇവിടെ വേറെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുകയാണ്. നമ്മളെല്ലാം വളരെ ഹാപ്പിയുമാണ്, ഒരു പ്രശ്നവുമില്ല. ഇത് സാത്താന്റെ ഒരു വലിയ ട്രിക്കാണ്. അപ്പോ കർത്താവ് തൻ്റെ സ്വർഗീയ പദ്ധതിയിൽ ആദ്യകാലങ്ങളിൽ ഇവരങ്ങനെ ആഗ്രഹിച്ചിരുന്നു. കൊരിന്ത്യരോട് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഓഫ് കോഴ്സ് അവർ കാത്തിരുന്നു. ഇന്ന് വർഷം 2000 കർത്താവ് വന്നില്ല. ദാറ്റ്സ് റൈറ്റ്. അതുകൊണ്ട് നമുക്കൊക്കെ ആ ഭാഗ്യം ലഭിച്ചു. ഇന്ന് ലക്ഷക്കണക്കിന് ജനത്തിന് ഈ കാര്യം അറിയുവാൻ, നിത്യതയിൽ കർത്താവിനോടൊപ്പം ആയിരിക്കാൻ കർത്താവിന്റെ ആ ദീർഘക്ഷമ കാരണം നമുക്ക് ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു എന്നാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്കുമൊക്കെ നിത്യതയിൽ കർത്താവിനോടൊപ്പം ആയിരിക്കാൻ, നിത്യ ജീവനിൽ, ഹല്ലേലൂയ, സ്വർഗ സ്ഥലങ്ങളിൽ നമ്മുടെ മൂക്കിൽ നിന്ന് ശ്വാസം പോയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഞാൻ അതിൽ സന്തോഷിക്കുന്നു. എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ബൈ ചാൻസ് മൂക്കിൽ നിന്ന് ശ്വാസം പോകുന്ന ഒരു സാഹചര്യമായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി, ഇൻസ്റ്റന്റ്ലി നാം കർത്താവിനോട് കൂടെ ആയിരിക്കുക. നാം നിത്യതയിൽ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ പോകുക, പാരഡൈസിലായിരിക്കാൻ പോവുക. ഹല്ലേലൂയ. ദൈവം നമ്മളെ അതിനായിട്ട് ഒരുക്കട്ടെ. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. 7-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യത്തിലേക്ക് കടക്കാം. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. ആ വിശ്വസ്തരായിട്ട് കുറ്റമില്ലാത്തവരായി നിൽക്കുവാൻ. കാര്യം നമ്മൾ ചേർക്കപ്പെട്ട് ചെല്ലുന്നത് യേശു ക്രിസ്തുവിന്റെ ന്യായവിസ്താര സഭ എന്ന് പറയുന്ന ഒരു സഭയിലേക്കാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് നമ്മള് കുറ്റമില്ലാത്തവരായിട്ട് നാം ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ പ്രതിഫലം ലഭിച്ച്, നമ്മുടെ നീതി പ്രവൃത്തികൾക്കൊക്കെ നമുക്ക് പ്രതിഫലം ലഭിച്ച്, നാം കിരീടങ്ങൾ പ്രാപിച്ച് ദൈവത്തോടൊപ്പം അവിടെ ആയിരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന്, എങ്ങനെയും ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല, നല്ല സൽപ്രവൃത്തികളൊന്നും ചെയ്യരുതെന്നല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയും ജീവിക്കാമെന്നല്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈക്കും കാലിനും വായിക്കും നാവിനും കണ്ണിനും ചെവിക്കും എല്ലാം വിലങ്ങ് വീഴുക, അല്ലെന്നുണ്ടെങ്കിൽ അതിനെല്ലാം പിന്നെ കൺട്രോളിൽ വരിക. നമ്മുടെ ഇന്ദ്രിയ ജയം നമുക്ക് ആവശ്യമായിട്ട് മാറുക. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മേലൊരു ജയം, കൺട്രോൾ നമുക്ക് ആവശ്യമായി വരികയാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ നമ്മൾ കുറ്റമില്ലാത്തവരായിട്ട് നിൽക്കണം. എങ്ങനെയും അവിടെ പോയി നിന്നാ പോരാ. നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് താങ്കളുടെ ഗുണം കൊണ്ടൊന്നുമല്ല, കർത്താവ് കാൽവറിയിൽ കൂടെ നിവർത്തിച്ച രക്ഷണീയ പ്രവൃത്തിയിലെ താങ്കളുടെ ആഴമായ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നുള്ളത് ശരിയാ. പക്ഷെ നമ്മൾ രക്ഷിക്കപ്പെട്ട ഫസ്റ്റ് സ്റ്റേജിൽ നിൽക്കുവാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ കൃപയുടെ അത്യന്ത ധനം, അതിൽ ഏത് പദവിയിൽ ദൈവം നമ്മളെ ആക്കാൻ പോകുന്നു എന്നുള്ളതെല്ലാം നാം എത്ര വിശ്വസ്തരായിരുന്നു, കർത്താവിന് വേണ്ടി എത്രമാത്രം നമ്മൾ വേല ചെയ്യുവാനായിട്ട് ഇടയായി എന്നുള്ളതിന്റെ ബേസിസിലാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. കർത്താവ് നമ്മളെ ഉറപ്പിക്കും. അതിനായിട്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കാൻ പറയുക. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. വീണ്ടും അതിനൊരു ഉറപ്പ് കൊടുക്കുക, ദൈവം വിശ്വസ്തനാണ്, അതിനായിട്ട് ഉറച്ചു നിൽക്കാൻ പറയും. ഇതെല്ലാം ഒരു ഇൻട്രൊഡക്ടറി ഭാഗങ്ങളാണെങ്കിലും ആ കാര്യങ്ങളിൽ അവരെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു ഉറപ്പിക്കുകയാണ്. അങ്ങനെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരിക. ഇവിടെ മുതൽ ശാസനം ആരംഭിക്കുക. 10-ാമത്തെ വാക്യം,
അവിടെ പറയാണ്, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ആ ഒരു ദൈവത്തിന്റെ നാമത്തിന്റെ അധികാരത്തിൽ, ആ ഒരു ഉറപ്പിൽ നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുക. കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ഐക്യത ഉണ്ടായിരിക്കണം. നിങ്ങൾ ബോഡി ഓഫ് ക്രൈസ്റ്റാ. ഒരു കൈക്ക് കുഴപ്പം പറ്റി കഴിയുമ്പോൾ മറ്റേ കൈ സന്തോഷിക്കത്തില്ല. ഈ വേദന മറ്റേ കൈയിൽ അറിയും, ഈ തലയിൽ അറിയും, എല്ലാ ശരീരവും അതിൻ്റെ ആ വേദന അറിയും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു ഐക്യത, ഒരു ആത്മീക ഐക്യത ഉണ്ടായിരിക്കണം. എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കണം. പലരും പല കാര്യങ്ങൾ പറയരുത്. നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ, അങ്ങനൊരു ഭിന്നത നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാതെ, ഒരാൾ ഒന്ന് പറയും വേറൊരാൾ വേറൊന്ന് പറയും, അങ്ങനെ ഭവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. എത്ര ഉറപ്പിച്ച ആ കാര്യം പറയുന്നതെന്ന് നോക്കിയേ. ഇവിടെ ഒരു ഭിന്നതയ്ക്ക് ഇടയേ ഇല്ല. കാര്യം ഇതിനകത്തിൽ താങ്കളുടെ യാതൊരു ഇൻപുട്ടും ഇല്ല. ഒരേ ഒരു ഇൻപുട്ടേ ഉള്ളൂ, അത് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയാണ്. അതിൽ സന്തോഷിക്കുക, അത് ലോകത്തെ അറിയിക്കുക. അതിൽ താങ്കളുടെ വേറെ ആരുടെ യാതൊരു ക്രെഡിറ്റും ഇതിനകത്തിൽ ചേർക്കരുത്. അടുത്ത വാക്യം, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ക്ലോവ എന്ന് പറയുന്നത് കൊരിന്തിലുള്ള ഒരു ധനികയായ ലേഡിയാണ്, ബിസിനസ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് ഈ എഫെസോസും കൊരിന്തുമായിട്ടുള്ള ബിസിനസ്സുകൾ ഉണ്ട്. അങ്ങനെ അവരുടെ ആൾക്കാർ ഡെയിലി ഷട്ടിൽ പോയി വരികയും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ആ ക്ലോവയുടെ ആൾക്കാർ പലരും ഈ കൊരിന്തിലെ ചർച്ചിലുമുണ്ട്. അവർ എഫെസോസിൽ വരികയും പോവുകയും പോളിനെ കാണാനുള്ള അവസരം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ക്ലോവയുടെ ആൾക്കാരാൽ എനിക്ക് ഈ സഭയിലെ സാഹചര്യത്തെക്കുറിച്ച് അറിവ് ലഭിച്ചിരിക്കുന്നു എന്ന് പോൾ പറയുക. എവിടുന്നാണ് ഈ കാര്യങ്ങൾ മനസ്സിലായത്? വളരെ ഓത്തന്റിക് ആയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ ചർച്ചിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായ അറിവ് ലഭിച്ചിരിക്കുന്നു. അത് ഞാൻ എവിടുന്നെങ്കിലും ഗ്രഹിച്ചതല്ല, ക്ലോവയുടെ ആൾക്കാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതും അങ്ങനെ ലഭിച്ച അറിവുമാണ്. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്. അപ്പൊ അതിന്റെ ബേസിസിലാണ് ഞാൻ നിങ്ങളെ ശകാരിച്ച് എഴുതുന്നത് എന്ന് പറയുക. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ട്. എന്ത് കാര്യത്തിന്? നിങ്ങൾ എന്തിനാ പിണങ്ങേണ്ടത്? നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അത് പാടില്ല. പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങൾ ആരും നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ നിങ്ങളുടെ മഹിമ കൊണ്ടോ അല്ല ഈ സഭയുടെ ഭാഗമായിരിക്കുന്നത്. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് യു ആർ സേവ്ഡ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഇവിടെ ഒരു പ്രശ്നമുണ്ടാകാൻ ഇടയാകല്ല എന്ന് വളരെ ബേസിക് ആയിട്ട് പറഞ്ഞു വരിക. നിങ്ങളിൽ ഓരോരുത്തരും, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്ന പോലെ ഇത് അവരുടെ ഇടയിലുള്ളൊരു വലിയ പാർട്ടി സ്പിരിറ്റാണ്. ഇവിടെ 1-2 അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൈകാര്യം ചെയ്യുന്നത് സഭയിലെ ഭിന്നതയും സഭയിലെ ക്രമക്കേടും ഈ ഒരു വിഷയമാണ്. ഇവരുടെ ഐക്യതയുടെ ആവശ്യം. കൊരിന്ത്യർ ലേഖനം 1-2 അധ്യായം ഇതാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പല ശാസനങ്ങൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. 10 വാക്യം മുതൽ ഇവരുടെ ഇടയിലെ ഭിന്നിപ്പും ക്രമക്കേടും എന്ന വിഷയം കൈകാര്യം ചെയ്ത് തുടങ്ങിയ 11-ാം വാക്യത്തില് നമ്മൾ കണ്ടത്, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ട് എന്ന് ഞാൻ ക്ലോവയുടെ ആൾക്കാരാൽ എനിക്ക് അറിവ് ലഭിച്ചിരിക്കുന്നു, വിച്ച് ഈസ് നോട്ട് ഗുഡ്. അത് നിങ്ങൾ മാറ്റണം. അങ്ങനെ ഒരു സംഗതി നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. 12-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളിൽ ചിലർ പൗലോസിന്റെ പക്ഷക്കാരൻ, ചിലർ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ചിലർ കേഫാബിന്റെ പക്ഷക്കാരൻ, ചിലർ യേശുക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ തിരിഞ്ഞിരിക്കുക. ഇത് കേവലം അന്യായമാണ് എന്ന് പോൾ പറയാ. കാര്യം അടുത്ത വാക്യത്തിൽ 13-ാമത്തെ വാക്യം ചോദിക്കുക. അവരോട് തന്നെ ചോദ്യം ചോദിക്കുക, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? അങ്ങനെ വല്ലതും ഉണ്ടോ? കർത്താവ് വിഭജിച്ച് ഒരു 3-4 രീതിയിലുള്ള സഭകൾ കർത്താവ് സ്ഥാപിച്ചിട്ടുണ്ടോ? കർത്താവ് വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു? ഒരു 3-4 ഗ്രൂപ്പ് ഉണ്ടോ കർത്താവിന്? ഇല്ല. ഒരേ ഒരു ഗ്രൂപ്പേ ഉള്ളൂ, അത് കാൽവറിയിലെ രക്തത്തിൽ കൂടെ വീണ്ടെടുക്കപ്പെട്ട ഗ്രൂപ്പാ. ഒരേ ഒരു പ്രത്യാശയേ ഉള്ളൂ, അത് റാപ്ചറിൽ ചേർക്കപ്പെട്ട നിത്യം സ്വർഗത്തിൽ വസിക്കുന്ന പ്രത്യാശയാ. ഇതിനിടയിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുക. ഇവിടെ 2-ാമത്തെ ചോദ്യം, പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? ഇല്ല. ഞാൻ എന്നെ അറിയിച്ച ഒരു കാര്യം നിങ്ങൾക്ക് കൈമാറുക മാത്രമാണ് ചെയ്ത്. എന്റെ റോള് 0 ആയതിൽ. എന്നെ ദൈവം വെളിപ്പെടുത്തി തന്ന ഒരു റോൾ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു. ഇവിടെ യഹൂദനെന്നോ യവനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടോ? ഇല്ല.
പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റോ? ഇല്ല. എല്ലാത്തിന്റെ ആൻസർ ഇല്ല, ഇല്ല, ഇല്ല എന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഡിവിഷൻ എന്ന് ചോദിക്കുക. ഇവിടെ പോൾ കൺഫേം ചെയ്യുന്നത്, നിങ്ങൾ ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന യു ആർ ഐഡന്റിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, നോട്ട് വിത്ത് എനി പ്രീച്ചർ ഓർ എനി അതർ പേഴ്സണാലിറ്റി. ഏതെങ്കിലും വ്യക്തികളെ കൊണ്ടോ, കേഫാവുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയപ്പെടാവുന്ന ഒരു നല്ല പേഴ്സണാലിറ്റി എടുത്തു വെച്ചിട്ട് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുക, അങ്ങനെ ഒരാൾ ത്രൂ ആയിട്ടോ അല്ലെങ്കിൽ ഒരു വളരെ നല്ലവണ്ണം പ്രസംഗിച്ച ആൾക്കാരെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു കരിസ്മയുള്ള ഒരു പ്രാസംഗികൻ, അദ്ദേഹത്തിന്റെ എന്തെങ്കിലും കഴിവുകൊണ്ടോ, ഇതൊന്നുമല്ല. നിങ്ങൾ ഇന്ന് യു ആർ കംപ്ലീറ്റ്ലി ഐഡന്റിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനോട് നിങ്ങൾ ചേർന്നിരിക്കുക. ഇവിടെ വേറെ ഒരുത്തർക്കും ഒരു റോളും ഈ വിഷയത്തിലില്ല. പൗലോസ് അപ്പോസ്തലന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ് ആണ്. ഇവിടെ രണ്ടാമത് വേറെ ഒന്നെന്ന് പറയാൻ ഒരു സുവിശേഷവുമില്ല, ഒരു ഓർഡിനൻസും ഇല്ല, ഒരു പ്രവർത്തിക്ക് ഇവിടെ ഒരു പ്രത്യേകതയില്ല. നിങ്ങളുടെ കഴിവോ, നിങ്ങളുടെ കുലീനതയോ, നിങ്ങളുടെ അറിവോ, നിങ്ങളുടെ സ്റ്റാറ്റസോ, ഇതൊന്നിനും ഇവിടെ യാതൊരു പ്രത്യേകതയും ഇല്ല എന്ന് പറയുക. 13-ാം വാക്യത്തിൽ അടിച്ചു പറയുക, ക്രിസ്തു വിവാഹിക്കപ്പെട്ടിരിക്കുന്നു. എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ പിണക്കം ഉണ്ടായിരിക്കുന്നത്? എന്ത് കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ ഡിവിഷൻ ഉണ്ടായിരിക്കുന്നതെന്ന് ചോദിക്കുക. എന്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചോന്ന് ആരും പറയാതെ വണ്ണം ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കായാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല ആവർത്തി ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതും എൽദോ ബ്രദർ പല വീഡിയോകൾ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു സബ്ജക്റ്റായത്. ഇതിൽ പല പ്രാവശ്യം ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ അധികം നേരം നിൽക്കുന്നില്ല. എന്നാലും അതിന്റെ കാതലായ വിഷയം മാത്രം പറഞ്ഞ് മുന്നോട്ട് നീങ്ങുക. ഇവിടെ താപ്പോട്ടൊന്ന് വായിക്കാം, 15 മുതൽ താപ്പോട്ട് വായിക്കാം. ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങൾ ആരെയും ഞങ്ങൾ സ്നാനം കഴിപ്പിക്കായികയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തെഫാനോസിന്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു, അല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്നാനം കഴിപ്പിക്കാനല്ല, സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമായി പോകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാനും. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഞാൻ ഇവിടെ നിർത്താം. 14-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ സംസാരിച്ചു വന്നത്. എന്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് ആരും പറയാതെ വണ്ണം. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ, ഐ താങ്ക് ഗോഡ് ദാറ്റ് ഐ ബാപ്റ്റൈസ്ഡ് നൺ ഓഫ് യു ബട്ട് ക്രിസ്പസ് ആൻഡ് ഗായസ്. ഇവരെ മാത്രമേ ഞാൻ സ്നാനത്തിനെ കഴിപ്പിച്ചിട്ടുള്ളൂ. ഇവിടെ സ്നാനമൊന്നുമല്ല പോളിന്റെ വിഷയം. പോളിന്റെ വിഷയം ഇവിടെ ഉണ്ടായിരിക്കുന്ന ഡിവിഷനാണ്. ആ ഡിവിഷൻ ഉണ്ടാകാൻ യാതൊരു ന്യായവുമില്ല. കാര്യം നിങ്ങളെ യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് നിങ്ങൾ സ്നാനമേറ്റിരിക്കുന്നത്. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. ഇവിടെ രണ്ടാമതൊരു ആളിന്റെ ഒരു ചാൻസ് ഇല്ല. പൗലോസ് ആരാണ്? അപ്പല്ലോസ് ആരാണ്? കേഫാവ് ഇതിൽ ആരാണ്? യേശുക്രിസ്തുവിന്റെ പക്ഷക്കാരെന്ന് പറയുവാൻ നിങ്ങൾ വിഭാജിക്കപ്പെട്ടിരിക്കുന്ന എന്തിന്റെ ബേസിസിലാണെന്ന് ചോദിക്കുക. മനസ്സിലായി? ഇവിടെ പോളിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ക്രൂശിൽ നിന്ന് അവരുടെ ഫോക്കസ് പോകുന്നു. പോൾ പ്രസംഗിക്കുന്ന മുഴുവൻ കാൽവറി ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയാണ്. അതിനിടയിൽ വേറെ വേറെ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് അവരുടെ ഫോക്കസ് മാറിപ്പോകുന്നു. അതുകൊണ്ടാണ് പോൾ അവരെ ശകാരിച്ചിട്ട് ചോദിക്കുന്നത്, ഞാൻ നിങ്ങളെ സ്നാനം കഴിപ്പിച്ചോ? എന്റെ പേരിൽ നിങ്ങൾ സ്നാനം കഴിപ്പിച്ചോ? ഇതിന്റെ അർത്ഥം അവിടെ പോൾ എല്ലാവരെയും സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു എന്നൊന്നും അല്ല. അവിടെ പറയുന്നത് അതിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. പോൾ പറയുന്നത്, ഐ താങ്ക് ഗോഡ് ദാറ്റ് ഐ ഡിഡ് നോട്ട് ബാപ്റ്റൈസ് എനി ഓഫ് യു. നിങ്ങൾ ഒരുത്തനെ സ്നാനം കഴിപ്പിക്കാഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാര്യം ഞാൻ സ്നാനം കൂടെ കഴിപ്പിച്ചിരുന്നുണ്ടെങ്കിൽ പിന്നെ ഓക്കെ, ഞങ്ങൾ പോള് സ്നാനം കഴിപ്പിച്ചവർ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയേനെ. ഐ താങ്ക് ഗോഡ് ദാറ്റ് ഐ ഡിഡ് നോട്ട് ഡു ദാറ്റ് എന്ന് പറയുക. ഇവിടെ സ്നാനം എന്ന ഒരു കർമ്മത്തിന്റെ പ്രത്യേകതയല്ല ഇവിടുത്തെ വിഷയം. അന്ന് പൗലോസ് അപ്പോസ്തലൻ സ്നാനം അനുവദിച്ചിരുന്നു. നമുക്കറിയാം, പോള് ഇതൊരു ട്രാൻസിഷൻ പീരീഡാണ്. 10,600 വർഷമായിട്ട് മോശ മുഖാന്തരം ന്യായപ്രമാണം കൊടുത്താൽ ന്യായപ്രമാണം പാലിച്ചു വരുന്ന യഹൂദന്മാരാണ്. ആ ഒരു ദൈവിക വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തിൽ കൂടെ. അവിടുന്ന് ഈ കൃപയുടെ വ്യവസ്ഥയിലേക്ക് മാറുക, ലോയിൽ നിന്ന് ഗ്രേസിലേക്കുള്ള ഒരു ട്രാൻസിഷൻ നടക്കുക. ന്യായപ്രമാണത്തിൽ നിന്ന് ഗ്രേസിലേക്ക് മാറുകയാണ്. ന്യായപ്രമാണത്തിന്റെ ഒരു പ്രവൃത്തിയാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. It is not because of the law. You are not under the law, but under the grace. റോമാലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം പറയുകയാണ്, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനരായിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ ചേഞ്ച് നടക്കുക. ആ ചേഞ്ച് നടക്കുമ്പോൾ, ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ ചില കാര്യങ്ങൾ വെട്ടിമുറിച്ചത് മാതിരി അങ്ങ് മാറത്തില്ല. ചിലതൊക്കെ
ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ പലതും നമ്മൾ കണ്ടെന്ന് വരും. അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാര്യമായി ഈ സ്നാനം. ഇടയ്ക്ക് മുട്ടനൊക്കെ ചില സ്നാനങ്ങൾ നടക്കുന്നത് പോൾ സമ്മതിച്ചിട്ടുണ്ട്, കണ്ണടച്ച് വിട്ടിട്ടുണ്ട്. കാര്യം അവർ സ്നാനപ്പെടുന്നത് യേശു ക്രിസ്തുവിന്റെ പേരില്ല. യേശു ക്രിസ്തുവിന്റെ അനുയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ അപമാനമായിട്ട് കരുതിയിരുന്ന കാലമാണ്. കാര്യം കർത്താവിനെ അവർ ക്രൂശിൽ തറച്ച് കൊന്നിരിക്കുക യഹൂദൻ. അതുകൊണ്ട് തന്നെ ക്രൂശിന്റെ മാർഗം എന്ന് പറയുന്നത് ഒരു നിന്ദ്യമായ മാർഗമായിട്ട് അവർ കാണുന്നത്. യേശു ക്രിസ്തുവിനെ കൊന്നതുപോലെ തന്നെ നിങ്ങളെല്ലാം കൊന്നുകളയെന്ന് പറഞ്ഞ് അപമാനിക്കുന്ന ഒരു മാർഗമാണ്. ആ സമയത്ത് ഒരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവിന്റെ രക്ഷകൻ എന്ന് പറഞ്ഞ് സ്നാനപ്പെടുന്നുവെങ്കിൽ ലെറ്റ് ഇറ്റ് ബി, അവൻ യേശു ക്രിസ്തുവിനെയാണല്ലോ ഉയർത്തുന്നത് എന്നുള്ള രീതിയിൽ പോൾ കണ്ണടച്ചിട്ടുണ്ട്. വെട്ടൊന്ന് മുറിയൊന്ന് എന്ന രീതിയിൽ അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. പോളും ചിലരെ പോൾ പറയുന്നത് ക്രിസ്പോസിനെയും ഗായോസിനെയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ രക്ഷിക്കപ്പെട്ടെടുത്താ പറയുന്നത്. ഞാൻ ക്രിസ്പോസിനെയും ഗായോസിനെയും അല്ലാതെ ഒരുത്തരെ സ്നാനപ്പെടുത്തിയിട്ടില്ല. ഈ ക്രിസ്പോസ് എന്നൊക്കെ പറയുന്ന പള്ളി പ്രമാണിയ, ഈ കൊരിന്തിലെ പള്ളിയുടെ ട്രസ്റ്റിയ, അദ്ദേഹത്തെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ശരിയാണ്. കാര്യം യഹൂദന്മാരാ അവർക്കൊരു കാര്യം ഒരു പക്ഷെന്നുണ്ടെങ്കിൽ അവരുടെ ആ മനസ്സിൽ പൂർണ്ണമായിട്ട് അതിലൊരു വിശ്വാസം വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരിപൂർണമായിട്ട് അത് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷം എന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ അവർക്ക് അത്രമാത്രം അറിവ് അതിൽ ഡെവലപ്പ് ആയിട്ടില്ലായിരിക്കാം. ഒരു ട്രാൻസിഷൻ നടക്കുന്ന സമയമാണ്. പോള് 15-ാമത്തെ അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ പറയുന്നത് പരിച്ഛേദന പാടില്ല എന്ന് പറഞ്ഞ് വാദിച്ച് എഴുത്തെഴുതി പത്രോസും യാക്കോബും യോഹന്നാനും കൂടി എഴുത്തെഴുതി ഒപ്പിട്ട് പൗലോസിന്റെ കയ്യിൽ കൊടുത്തു വിടുക. ഓക്കെ, ഡൺ, ഇനി മുതൽ പരിച്ഛേദന വേണ്ട നിങ്ങളുടെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞിട്ട് 16-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയെ പരിച്ഛേദന കഴിക്കുന്ന കാണാം. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചില സാഹചര്യത്തിൽ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവിടെ പോള് കണ്ണടച്ചിട്ടുണ്ട്. പോള് തലമുണ്ടനം ചെയ്യുന്നുണ്ട് കെങ്കറായയിൽ പോയി. ഇതിന്റെ എല്ലാം കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ട്രാൻസിഷൻ പീരീഡ് ആണ്. ഇന്നത്തെ പോലെ ഒരു കാലഘട്ടം അല്ല എന്ന് മനസ്സിലാക്കണം. യഹൂദൻ എവിടെയോ താമസിക്കുന്ന ആരും കണ്ടിട്ട് പോലുമില്ല, ക്രിസ്ത്യാനി വേറൊരിടത്ത് താമസിക്കുന്നത്. രണ്ടും രണ്ട് മാർഗമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മാറിയിരിക്കുന്ന രണ്ട് മാർഗമാണ് ഇന്ന്. അന്ന് അങ്ങനല്ല. അന്ന് ഒന്നിൽ നിന്ന് മറ്റത് ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുക. പല കാര്യങ്ങളും ഇങ്ങോട്ട് ഓവർലാപ്പ് ചെയ്യാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചില സ്നാനങ്ങൾ നടന്നിട്ടുണ്ട്. കൊരിന്ത്യർ ലേഖനം 9-ാമത്തെ അധ്യായം, 1 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായം, അതിന്റെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം. ഒരു സെക്കൻഡ് ഞാൻ നോക്കിക്കോട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി. ഇതാ 20-ാമത്തെ വാക്യം, 19-ാമത്തെ വാക്യം ഞാൻ ഒന്നൊന്ന് പ്രൊജക്ട് ചെയ്യാം. പോൾ പറയുന്ന ഒരു രംഗം കണ്ടില്ലയോ? പോൾ പറയുന്നത് ഇവിടെ പറയുന്ന കണ്ടില്ലയോ? ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. പോൾ എല്ലാ രീതിയിലും ജനത്തെ ഇതൊന്ന് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? പ്രസവ വേദന എടുക്കുന്നവനെ പോലെ യഹൂദന് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ, അതിന് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലും ഐ എം റെഡി ടു ഡു ദാറ്റ് ആസ് ലോങ് ആസ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. അവരെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും 20 കണ്ടില്ല, യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ തലമുണ്ടനം ചെയ്തിട്ടുണ്ട്. ഞാൻ പെന്തക്കോസ് വരുന്നതിന് മുമ്പായിട്ട് അങ്ങ് യെരുശലേമിലെത്താൻ ആദ്യത്തെ വള്ളം പിടിച്ചു പോയിട്ടുണ്ട്. കാര്യമൊക്കെ ശരിയാ. അത് നിങ്ങളെ നേടാൻ വേണ്ടിയിട്ടാ. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ല. അയ്യോ, എങ്ങനെ പൗലോസ് അപ്പോസ്തലനെ താങ്കൾ ഇതിന്റെ കീഴിലുള്ളവനല്ല എന്ന് പറയുന്നത്? താങ്കൾ ഗമാലിയേലിന്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് വചനം മുഴുവൻ പഠിച്ചിട്ട് അവിടുത്തെ ഒരു റബി ആകാൻ യോഗ്യതയുള്ള ഒരു യഹൂദന, ബെന്യാമിൻ ഗോത്രക്കാരനാ. പിന്നെ താങ്കൾ എങ്ങനെയാണ് അതിന്റെ കീഴിലുള്ളവനല്ല എന്ന് പറയുന്നത്? ഇതിന്റെ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല താങ്കൾ എന്ന്. യു ആർ നോട്ട് അണ്ടർ ദ ലോ ബട്ട് അണ്ടർ ദ ഗ്രേസ്. കാര്യം ഇത് കൃപായുഗമാണ്. ഈ കാലഘട്ടം വേറെയാ. കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെ ആയി. പല കാര്യങ്ങളും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണം ഉള്ളവനായിരിക്കെ ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെ ആയി. മനസ്സിലാകുന്നുണ്ടോ? സാവധാനം നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീർന്നു.
മനസ്സിലായോ? ഇതായിരുന്നു പോളിന്റെ ആറ്റിറ്റ്യൂഡ്. കാര്യം പോളിന് ഇവിടെ പറയേണ്ടുന്നത് കർത്താവിന്റെ ക്രൂശ. അതിനിടയ്ക്ക് 4 പേരെ സ്നാനം കഴിപ്പിച്ചാലേ അവനത് കേൾക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈ നോട്ട്, ഹി വാസ് വില്ലിംഗ് ടു ഡു ദാറ്റ്. അങ്ങനെ ഒരു ചിലരെ സ്നാനം കഴിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിവിടെ ഒരു ഡിവിഷന് കാരണമാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് അവരോട് പറയുക, ക്രൈസ്റ്റ് സെൻഡ് മീ നോട്ട് ടു ബാപ്റ്റൈസ്, സ്നാനം കഴിപ്പിക്കാനല്ല എന്നെ അയച്ചത് എന്ന് തീർത്ത് ഈ ഭാഗത്ത് ഇവരോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലയോ, ക്രിസ്പോസിനെയും ഗായോസിനെയും 17ാമത്തെ വാക്യത്തിൽ പറയുക, സ്നാനം കഴിപ്പിക്കാനല്ല സുവിശേഷം അറിയിപ്പാൻ അത്ര തന്നെ അയച്ചത്. എന്റെ പർപ്പസ് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ഇവിടെ സ്നാനത്തിന്റെ ഒരു ഉദാഹരണം പറയുന്നു എന്നുള്ളത് ശരി. അതിന്റെ അർത്ഥം പോൾ ഉടനെ സ്നാനം സപ്പോർട്ട് ചെയ്തിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അവിടെ ആ ഡിവിഷൻ ഉണ്ടായിരിക്കുന്നതിന്റെ ഒരു കാര്യം ഒന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുക. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ട ഒരു വാക്ചാതുര്യത്തോടെ അല്ലതാണ്. ക്രൈസ്റ്റ് സെൻഡ് മീ നോട്ട് ടു ബാപ്റ്റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നാനം കഴിപ്പിക്കാനല്ല അയച്ചതെന്നാണ്. 12 പേർക്ക് ഇത് പറയാൻ പറ്റുമോ? ഒന്നൊന്ന് ചിന്തിച്ചു നോക്കി. അവർക്ക് കൊടുത്തിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷനാണ്. അവരോട് പറഞ്ഞിരിക്കുന്ന ഉലകമെമ്പാടും പോയി വിശ്വസിക്കുന്നവരെ സ്നാനം കഴിപ്പിക്കാനാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ നിത്യശിക്ഷാവിധിയിലാകപ്പെടും. അങ്ങനെ ഇരിക്കുമ്പോൾ പോളിന് പറയാൻ പറ്റുമോ, ഐ താങ്ക് ഗോഡ് ദാറ്റ് ഐ ഡിഡ് നോട്ട് ബാപ്റ്റൈസ്ഡ് എനിബഡി എന്ന്? ഞാൻ ആരെയും സ്നാനം കഴിപ്പിക്കാത്തതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, അങ്ങനെ പറയാൻ പറ്റുക ഈ കൽപ്പന ലഭിച്ച ഒരാൾക്ക്? തീർച്ചയായിട്ടും പറ്റത്തില്ല. കർത്താവ് എന്നെ സ്നാനം കഴിപ്പിക്കാൻ അല്ല അയച്ചത്. തീർച്ചയായിട്ടും ബ്രദർ പൗലോസ് കർത്താവ് സ്നാനം കഴിപ്പിക്കാൻ തന്നെ അയച്ചത്. പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതീയ ദേശത്തും പോയി അവരെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. താങ്കൾക്ക് എങ്ങനെ പറയാൻ പറ്റും ക്രൈസ്റ്റ് സെൻഡ് മീ നോട്ട് ടു ബാപ്റ്റൈസ് എന്ന്? ഇത് കാലഘട്ടം വേറെയാണ്, ഇത് ഉപദേശം വേറെയാണ്. അതുകൊണ്ടാണ് പോൾ പറയുന്നത് ക്രൈസ്റ്റ് സെൻഡ് മീ നോട്ട് ടു ബാപ്റ്റൈസ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടത്. ഇന്ന് സ്നാനം കാരണം കർത്താവിന്റെ ക്രൂശ് വ്യർത്ഥമായിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പൗലോസ് അപ്പോസ്തലൻ തന്നെ പറഞ്ഞിരിക്കുക, കണ്ടില്ലേ? ഇന്ന് സ്നാനം ഇരിക്കുന്നത് കാരണം കർത്താവിന്റെ ക്രൂശ് വ്യർത്ഥമായി പോയിരിക്കുക, അർത്ഥമില്ലാതെ പോയിരിക്കുക. വെറുതെ കാലൊടിഞ്ഞ ചാരുകസേര മാതിരി ചവിട്ടി ഒടിച്ച് വെച്ചിരിക്കുന്ന മാതിരി ഒരു ക്രൂശ് കോണിക്ക് വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകതയുമില്ല. പള്ളിയുടെ മേലെ ഒരെണ്ണം പണിത് വെച്ചിട്ടുണ്ട്, അകത്ത് നിറയെ പണിത് വെച്ചിട്ടുണ്ട്. പല കളറിലും പല നിറത്തിലും പല മെറ്റീരിയലിലും പലതും പണിത് വെച്ചിട്ടുണ്ട്. പലരും കഴുത്തേലും കാതയിലും ഒക്കെ കെട്ടി തൂക്കിയിട്ടിട്ടുമുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്, അതിലെന്താണ് നടന്നത്, അതിന്റെ മഹത്വം എന്താണെന്ന് ഒരു ക്രിസ്ത്യാനിക്കും അറിയത്തില്ല. 1000 ക്രിസ്ത്യാനി എടുത്താൽ ഒരുത്തിന് അതിന്റെ മഹത്വം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൊന്മോതിരം ഞാൻ അയച്ചു കൊടുക്കാം. അത്രമാത്രം അധപ്പതിച്ചിരിക്കുക, അത്രമാത്രം കർത്താവിന്റെ ക്രൂശ് വ്യർത്ഥമായി പോയിരിക്കുക. എന്ത് കാരണം കൊണ്ട്? ഈ സ്നാനം നിലനിൽക്കുന്ന കാരണം. കാര്യം 99.9% ആശ്രയവും സ്നാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ക്രൂശ് ഇന്ന് വ്യർത്ഥമായി പോയിരിക്കുക. പോളിന്റെ വാക്യം കണ്ടില്ല, സ്നാനം കഴിപ്പിപ്പാനല്ല ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന്. വാക്ചാതുര്യത്തോടെ അല്ലാതാണ്. വാക്ചാതുര്യത്തോട് ഞാനൊന്നും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമല്ല. എന്റെ വാക്ചാതുര്യത്തിനൊന്നും ഒരു പ്രത്യേകതയുമില്ല. കാര്യം എന്റെ വാക്ചാതുര്യമോ എന്റെ അറിവോ അല്ല വിഷയം. കാൽവറി ക്രൂശിന്റെ മഹിമയാണ്. അതിലെന്താ നടന്നത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ മഹത്വം അറിഞ്ഞാൽ, ജീവിതകാലം മുഴുവനും നിത്യത മുഴുവനും നന്ദി പറഞ്ഞാൽ തീരത്തില്ല. അടുത്ത വാക്യം 17ാമത്തെ വാക്യം, ആക്ച്വലി ഈ 18ാമത്തെ വാക്യം കണക്റ്റഡാ. ഇംഗ്ലീഷിൽ കണ്ടില്ല, ഇംഗ്ലീഷിൽ 17ാമത്തെ വാക്യം പറഞ്ഞു കണ്ടില്ല, ഫോർ ക്രൈസ്റ്റ്. ആ ഫോറിന് വളരെ അർത്ഥമുള്ളത്. ആ ഫോർ ക്രൈസ്റ്റ് സെൻഡ് മീ നോട്ട് ടു ബാപ്റ്റൈസ്. ആ കാരണത്താൽ അത് പറഞ്ഞതിന് ശേഷം 18ാമത്തെ വാക്യം തുടങ്ങുന്നതും ആ ഫോർ കൊണ്ടാണ്, കണ്ടില്ല. പക്ഷെ മലയാളത്തിൽ അത് വിഴുങ്ങി കളഞ്ഞിരിക്കുക. ഫോർ ദ പ്രീച്ചിങ് ഓഫ് ദ ക്രോസ് ഈസ് ടു ദം ദാറ്റ് പെരിഷ് ഫൂളിഷ്നെസ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ക്രൂശിന്റെ വചനം അല്ലെന്നുണ്ടെങ്കിൽ ക്രൂശ് പ്രസംഗിക്കാനാണ് കർത്താവ് എന്നെ അയച്ചിരിക്കുന്നത്. ക്രൂശ് വ്യർത്ഥമായി പോകുമല്ല എന്നുണ്ടെങ്കിൽ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്നത് നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഇവിടെ 18ാമത്തെ വാക്യത്തിൽ പറയുന്ന ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഭോഷത്വമാണ് അവർക്ക്.
കാര്യം അവർക്ക് ഈ കാര്യം മനസ്സിലായിട്ടില്ല. ക്രൂശോ, അതിനെന്ത് പ്രത്യേകത എന്നാ ചോദിക്കുന്നത്? അതില് അവർ ആൾക്കാരെ കൊന്നുകളയുന്ന സ്ഥലമല്ലേ? നിങ്ങളുടെ ദൈവം യേശു ക്രിസ്തുവിനെ കൊന്നുകളഞ്ഞ സ്ഥലമല്ലേ? അതിനെന്ത് പ്രത്യേകത എന്നാ ചോദിക്കുന്നത്? ആ ക്രൂശിനെ നിങ്ങൾ എന്തോ പ്രത്യേകത കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലയ്ക്ക് നല്ല സുഖമില്ലാത്തവരാണെന്ന് അവർ പറയുന്നത്. അതാ ഈ വാക്യത്തിൽ പറയുന്നത്, രക്ഷിക്കപ്പെടുന്നവർക്ക്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. അവൻ എന്നും അത് ഫൂളിഷ്നെസ്സാ. അവനത് അറിഞ്ഞിട്ടില്ല, അവനത് മനസ്സിലായിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇവിടുത്തെ ആ തീം മനസ്സിലാകുന്നുണ്ടോ? പോളിന്റെ ആഴമായ ആ ഒരു തീം ഈ വിഷയത്തിൽ മനസ്സിലാകുന്നുണ്ടോ? ക്രൂശിന്റെ വചനം അന്ന് പോഷത്വമായിരുന്നു. കാരണം ലോകത്തിലെ ഏറ്റവും നീചവും നിന്ദ്യവുമായ ഒരു വസ്തുവാണ് ക്രൂശ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ക്രൂശ് മരണം എന്ന് പറയുന്നത്. ഇവിടെ പോള് ആക്ച്വലി ജനത്തെ ക്രൂശിലേക്ക് തിരിക്കുക ചെയ്യുന്നത്. ജനം ക്രൂശിലേക്ക് വരണം, വേറെ ഒന്നിലും ഒരു കഥയുമില്ല എന്ന് പറയുക. അവിടുത്തെ ലീഡേഴ്സിലുള്ള ആശ്രയമല്ല, അവരിലുള്ള ആശ്രയം നിങ്ങളിൽ ഭിന്നത ഉണ്ടാക്കും. അതിനെ അപ്പോൾ ഈ വാക്യങ്ങളിൽ കൂടി അഡ്രസ്സ് ചെയ്യുന്നത്. ലീഡേഴ്സിന്റെ അറിവോ കഴിവോ അവരുടെ സ്റ്റാറ്റസോ ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. കർത്താവിന്റെ ക്രൂശ അത് അറിയാത്തവർക്ക് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് പവറാ, ദൈവിക ശക്തിയാ. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ട്, നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നു, പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. 19-ാമത്തെ വാക്യം പറയുന്നത് അവർ ബലമുള്ളവരിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ് 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇത് എഴുതിയിരിക്കുന്ന യെശയ്യാ പ്രവചനത്തിലാണ്. യെശയ്യാ പ്രവചനം 29-ാമത്തെ അധ്യായം അതിന്റെ 14-ാം വാക്യമാണ് പോൾ ഇവിടെ കോട്ട് ചെയ്യുന്നത്. ഐസിയ 29:14 ഇവിടെ കോട്ട് ചെയ്തിട്ട് പറയുകയാണ്, ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാൻ ദുർബലമാക്കുകയും ചെയ്യും. ഇവിടെ മാനുഷികമായ അറിവോ ജ്ഞാനമോ അല്ല, മറിച്ച് ദൈവം വെളിപ്പാടിനാൽ തുറന്നു തന്നിരിക്കുന്നതും മറഞ്ഞിരുന്നതുമായ ക്രൂശിന്റെ വചനമാണ് ഇന്നത്തെ രക്ഷാ സന്ദേശം എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവരോട് ഉറപ്പിച്ചു പറയുക. നിങ്ങൾ ആശ്രയിക്കുന്നത് ഒരു പക്ഷെന്നുണ്ടെങ്കിൽ ഗ്രീക്ക് ഫിലോസഫിയിലും ഗ്രീക്കിലെ വലിയ അറിവും ജ്ഞാനവും ഉള്ള ആൾക്കാരിലും അവരുടെ അറിവിനനുസരിച്ച് അവർക്കൊക്കെ ക്രൂശ് വെറും ഫൂളിഷ്നെസ് ആണ്. എന്നാൽ കേഫാവ്, അപ്പല്ലോസ് എന്നൊക്കെ പറയുന്നത് വചനത്തിൽ പരിജ്ഞാനമുള്ള ആളാ, പഴയ നിയമം മുഴുവനും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ്, യേശു ക്രിസ്തുവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ച ആളാ, സംസാരിക്കാൻ നല്ലവണ്ണം അറിയാവുന്ന ആളാ. അങ്ങനെ ഒരാളിന്റെ കഴിവിലോ അറിവിലോ കുറെ പേര് അപ്പല്ലോസിന്റെ പക്ഷക്കാരായി മാറിയിരിക്കുക, കുറെ പേര് കേഫാവ്, അതായത് കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരിൽ പ്രധാനിയാണ്, അദ്ദേഹത്തിന്റെ പക്ഷം എന്ന് പറഞ്ഞ് ചേർന്നിരിക്കുക. ചിലർ അതിനെയും കടത്തി വെട്ടി ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാരെന്ന് പറഞ്ഞ് മാറിയിരിക്കുക. ഇതിലൊന്നും ഒരു കഥയുമില്ല എന്ന് പറയുക. ഒരു പക്ഷത്തിലും നിങ്ങൾ ചേരേണ്ട ആവശ്യമില്ല. കാര്യം മാനുഷികമായ അറിവോ ജ്ഞാനമോ അല്ല, മറിച്ച് ദൈവം വെളിപ്പാടിനാൽ തുറന്നു തന്നതും മറഞ്ഞിരുന്നതുമായ ക്രൂശിന്റെ വചനമാണ് ഇന്നത്തെ രക്ഷാ സന്ദേശം. ഇവിടെ പോൾ ചലഞ്ച് ചെയ്യുക. ജൂവിഷ് ശാസ്ത്രിമാരുണ്ട്, ജുഡായിസം could not find the right gospel, അല്ലെന്നുണ്ടെങ്കിൽ ആ ജൂവിഷ് ശാസ്ത്രിമാർക്ക് മനസ്സിലായില്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഈ രക്ഷാ സന്ദേശം. ഇത് സ്വർഗത്തിൽ മറിഞ്ഞിരുന്ന ദൈവിക പദ്ധതിയാ. ഇവിടെ ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞന്മാരുണ്ട്, അവരുടെ ഫിലോസഫേഴ്സ് ഉണ്ട്, അവർക്ക് ഈ കാര്യം മനസ്സിലായില്ല. ഇവിടെ സ്തോയിക്കര്, എപ്പിക്കൂര്യര്, വലിയ തത്വശാസ്ത്രജ്ഞന്മാർ ഈ ലോകത്തിലുണ്ട്, അവർക്കൊന്നും ഇത് മനസ്സിലായില്ല. എന്നേക്കാൾ വലിയ ശാസ്ത്രിമാരും ഭയങ്കര ജൂവിഷ് വിശ്വാസത്തിൽ തന്നെ വലിയ വലിയ മിടുക്കന്മാരും വലിയ ശാസ്ത്രിമാരുമുണ്ട്, അവർക്കിത് മനസ്സിലായില്ല. The cross and the body of Christ were hidden and revealed through Paul. ഈ ഒരു സംഗതി ദൈവത്തിൽ മറഞ്ഞിരുന്നതും എന്നിൽ കൂടെ ഉലകത്തിന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമാണെന്ന് പോൾ പറയുക. ഈ മനുഷ്യ വംശത്തിന് ദൈവിക പദ്ധതി അവരുടെ അറിവിൽ കൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ന് കർത്താവിന്റെ ക്രൂശിലൂടെ നമ്മുടെ വിശ്വാസത്താലാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നതെന്ന് ഒരുത്തരും അറിഞ്ഞിരുന്നില്ല ഇതിനു മുൻപ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുകയാണ്, അവരുടെ അറിവും ജ്ഞാനവും ഒക്കെ, ഇതുകൊണ്ട് 19-ാമത്തെ പറയുന്നത്, ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇവർക്കൊന്നും ഈ സ്വർഗീയ പദ്ധതി മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അത് പാവം പിടിച്ച എന്നെ ദൈവം അതിനുവേണ്ടി തിരഞ്ഞെടുത്തു. പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു, എന്നെ തിരഞ്ഞെടുത്തു. ഞാൻ അതുകൊണ്ട് കർത്താവിന്റെ ക്രൂശ് നിമിത്തം ഇന്ന് കഷ്ടം അനുഭവിക്കുന്നു. കാര്യം ഞാൻ ബന്ധപ്പെട്ട് ഈ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ക്രൂശിതനായ, അപമാനിതനായ ഒരു രക്ഷകൻ ഉണ്ടാകത്തില്ല.
അവർ വിചാരിച്ചിരുന്നത്, അവർ പ്രതീക്ഷിച്ചിരുന്നത് അടക്കി വാഴുന്ന, അതായത് യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ ദാവീദിന്റെ സിംഹാസനത്തിലിരുന്ന് ഈശായിയുടെ വേരിൽ നിന്ന് ദാവീദിന്റെ കുലത്തിൽ, മനസ്സിലായോ, അങ്ങനൊരു രാജാവ് വരും, അവൻ രാജാതി രാജാവായിട്ട് വാഴും. ഇതാണ് യഹൂദൻ വിശ്വസിച്ചിരുന്നത്. അവർക്ക് യെശയ്യാ പ്രവചനം 53 പ്രവാചകനിൽ കൂടെ വെളിപ്പാട് കൊടുത്തിരുന്നെങ്കിലും അവരിൽ ഒരുത്തർ പോലും അത് വിശ്വസിച്ചില്ല. അതിന്റെ 1-ാം വാക്യം അതാ പറഞ്ഞു തുടങ്ങുന്നത്. അത് ആര് വിശ്വസിച്ചു? ദൈവത്തിന്റെ ഭുജബലം ആർക്ക് ബലപ്പെട്ടു, ആർക്ക് വെളിപ്പെട്ടു? ഒരുത്തരും അത് വിശ്വസിച്ചിരുന്നില്ല. അവർ വിശ്വസിച്ചിരുന്നത് കർത്താവ് രാജാതി രാജാവായിട്ട് വരുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ക്രൂശിതനായ, അപമാനിതനായ ഒരു മശിഹ അവർക്കുണ്ടാകും എന്നവർക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ കർത്താവിൽ കൂടിയുള്ള രക്ഷാ പദ്ധതി അവർക്ക് മനസ്സിലായിട്ടില്ല. ഗ്രീക്കുകാരനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്ന രക്ഷകൻ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അവരുടെ ഫിലോസഫിയിൽ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. അവർക്ക് വേണ്ടുന്നത് അറിവും ജ്ഞാനവും പവറും ഒക്കെയാണ്. യഹൂദന് യവനന് അറിയാതെ പോയ ക്രൂശ്, ആ ക്രൂശാണ് ഇന്ന് രക്ഷാമാർഗമെന്ന് പോൾ അവരുടെ ഇടയിൽ പ്രസംഗിക്കുക. ഇവിടെ അരക്കിട്ട് ഉറപ്പിക്കുക, പോൾ ക്രൂശാണ് മാനവരാശിയുടെ രക്ഷാകേന്ദ്രം. ദ പിവറ്റൽ പോയിന്റ്, മനുഷ്യന്റെ രക്ഷയ്ക്കുള്ള ഒരു പിവറ്റൽ പോയിന്റ് എന്ന് പറയുന്നത് ക്രൂശാണ് എന്ന് പറയുക. ഇതാ ഈ വാക്യങ്ങളിലൊക്കെ പോളിന്റെ വിഷയം. അതുകൊണ്ടാണ് 17-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നത്, സ്നാനം കഴിപ്പിക്കാനല്ല സുവിശേഷം അറിയിപ്പാൻ അത്രേ കർത്താവിനെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമായി പോകാതിരിക്കണം, അതാ വിഷയം. വാക്ചാതുര്യത്തോടെ അല്ല ദാനം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം, നിങ്ങൾ ആരേതെങ്കിലും ജ്ഞാനികളിൽ ആശ്രയിക്കുന്നു, കേമന്മാരിൽ നിങ്ങൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ നശിപ്പിക്കും, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ കർത്താവ് എനിക്ക് ആ സത്യം വെളിപ്പെടുത്തിയിരിക്കുക. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ഇവിടെ ഉണ്ടായിരുന്ന വലിയ തത്വശാസ്ത്രജ്ഞന്മാരൊക്കെ എവിടെ? ഈ ഒരു സത്യം ഇവർക്ക് ആർക്കും വെളിപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ദോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. 22-ാമത്തെ വാക്യം, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. യഹൂദൻ എന്ത് കണ്ടു കഴിഞ്ഞാലും അടയാളം വേണം, അല്ലാതെ അവർ വിശ്വസിക്കത്തില്ല. കർത്താവ് കൂടെ ഉള്ളതെന്നുള്ളത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ചെങ്കടൽ തുറക്കണം, അല്ലെങ്കിൽ മന്നായും കാടപ്പക്ഷിയും ഒക്കെ ആകാശത്തുനിന്ന് വീഴണം. എന്നാലേ അവരെ കർത്താവാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, യഹോവയാണ് നമ്മളോട് കൂടെ ഉള്ളത് എന്നവർക്ക് മനസ്സിലാകത്തുള്ളൂ. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതിലൊരു വിശ്വാസം വരത്തില്ല. യഹൂദന് അന്നും ഇന്നും അവന് അടയാളം വേണം, എല്ലാത്തിനും ചോദിക്കാൻ നമുക്ക് കാണാം. ഞാൻ ഒന്ന് രണ്ട് റെഫറൻസ് എടുത്തൊന്ന് കാണിച്ചോട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 54-ാമത്തെ വാക്യം കാണിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 12:54 അവിടെ പറയാം, പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അടയാളം കാണുന്നത് അവർക്ക് വളരെ വിശ്വാസമാണ്. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണം ഉണ്ടാകുമെന്ന് പറയുന്നു, അത് സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം, എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ? ന്യായമായത് എന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തതും എന്ത് എന്ന് കർത്താവ് അവരോട് ചോദിക്കുക. ഓരോന്ന് അടയാളം കാണുമ്പോൾ ഇന്നത് നടക്കുമെന്ന് നിങ്ങൾക്ക് പറയുന്നത് കേൾക്കാം, നിങ്ങളുടെ ഇടയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഞാൻ ലോകത്തിൽ വന്നിരിക്കുക, എത്രയോ നാളുകളായിട്ട് പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് നിറവേറിക്കൊണ്ടിരിക്കുക. എന്നിട്ടും ഈ കാലത്തിലെ കാര്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് വിവേചിക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിക്കുക. ഇവിടെയാണ് പെരുഞ്ഞാറ് തന്റെ കാലം അറിയുന്നു, കൊക്കും കുറുപ്രാവും മീവൽ പക്ഷിയും ഒക്കെ അതിന്റെ മടങ്ങിവരവിന്റെ സമയം അറിയുന്നു, ജനം എന്നെ അറിയുന്നില്ല എന്ന് യെരമ്യാ പ്രവാചകൻ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു റെഫറൻസ് കണ്ടോ? 6:30 പറയുക, അവർ അവനോട്, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു? ഒത്തിരി റെഫറൻസുകൾ കാണിക്കാൻ പറ്റും. അവർക്ക് അടയാളം വേണം, അല്ലാതെ അവർ വിശ്വസിക്കത്തില്ല. ഇത് യേശു ക്രിസ്തുവിനോട് ചോദിക്കുക, ഞങ്ങൾ നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്ന് ചോദിക്കുക. ഇവിടെ
ഇവിടെ യഹൂദൻ അടയാളം അന്വേഷിക്കുന്നു, യവനൻ ജ്ഞാനം അന്വേഷിക്കുന്നു. യവനൻ അവന്റെ ജ്ഞാനത്തിലാണ്, അവന്റെ നോസ്റ്റിസിസം, അവന്റെ ജ്ഞാനത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഒരു പുതിയ തത്വമാണ് ഈ ജ്ഞാനശാസ്ത്രം എന്ന് പറയുന്നത്. അവന്റെ അറിവിലും കഴിവിലും ഫിലോസഫിയിലും തത്വജ്ഞാനത്തിലുമാണ് അവൻ ആശ്രയിക്കുന്നത്. ഇതിനെയെല്ലാം ദൈവം നിഷ്ഫലമാക്കി കളഞ്ഞു എന്ന് പറയുക. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അവിടേക്ക് വരാം. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ 23, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ക്രൈസ്റ്റ് ദ പവർ ഓഫ് ഗോഡ് ആൻഡ് ദ വിസ്ഡം ഓഫ് ഗോഡ്. ഈ കർത്താവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് എന്ന് പറയുക. ഹല്ലേലൂയ. 25-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. ഇവിടെ മനുഷ്യന്റെ ജ്ഞാനവും മനുഷ്യൻ വിചാരിച്ചതുപോലും അല്ല ദൈവിക പദ്ധതികൾ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ഇവിടെ ജ്ഞാനികളില്ല, ബലവാന്മാരില്ല, കുലീനന്മാരില്ല. ഇവിടെ എല്ലാം സ്വർഗത്തിലെ പൗരന്മാരെ തിരഞ്ഞെടുക്കുക. സ്വർഗീയ ദൈവം സ്വർഗത്തിലേക്ക് പോകാനുള്ള പൗരന്മാരെ തിരഞ്ഞെടുക്കുക. ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇവിടുന്ന് എല്ലാ ബാക്ക്ഗ്രൗണ്ടിലുമുള്ള ആൾക്കാരാണ്. ത്രൂ ദ ഫെയ്ത്ത് ഇൻ ദ ഗോസ്പൽ. ആ കർത്താവിന്റെ സുവിശേഷത്തിലുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്നവരെ സ്വർഗത്തിലെ പൗരന്മാരായിട്ട് നമ്മളെ തിരഞ്ഞെടുക്കുക. ഇവിടെ നിങ്ങളുടെ ജ്ഞാനമോ ബലവാന്മാരിലുള്ള ആശ്രയമോ കുലീനന്മാരോ അങ്ങനെയുള്ള സ്റ്റാറ്റസുകൾക്കൊന്നും ഒരു പ്രത്യേകതയും ഇല്ല എന്ന് പറയുക. നിങ്ങളുടെ തന്നെ വിളി നോക്കുവേൻ. നിങ്ങളുടെ ചർച്ചിലെ മെമ്പേഴ്സിനെ ഒന്ന് ചുറ്റും തിരിഞ്ഞു നോക്കുവേൻ. അവിടെ ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ എത്ര പേരുണ്ട്? ഏറെയില്ല. ബലവാന്മാർ എത്ര പേരുണ്ട്? ഏറെയില്ല. കുലീനന്മാരും ഏറെയില്ല. ദൈവം മനുഷ്യന്റെ സ്റ്റാറ്റസോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല നോക്കുന്നത്, അവന്റെ വിശ്വാസമാണ്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ദൈവിക പദ്ധതികൾ മനുഷ്യന്റെ ജ്ഞാനത്തിന് അതീതമാണ്. നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ബ്രാക്കറ്റ് ഉണ്ട്, അതിനതീതമാണ് ദൈവിക പദ്ധതികൾ. കർത്താവിന്റെ ക്രൂശാണ് ഈ കാലഘട്ടത്തിലെ ഒരേ ഒരു രക്ഷാമാർഗം. ഇവിടെ യഹൂദൻ അടയാളത്തിൽ ആശ്രയിക്കുന്നു, യവനന്മാർ ജ്ഞാനത്തിൽ ആശ്രയിക്കുന്നു. എന്നാൽ യഹൂദൻ ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ വിശ്വാസത്താൽ മാത്രം നാം ഇന്ന് രക്ഷിക്കപ്പെടുക. ആ കർത്താവിന്റെ ക്രൂശിലെ വിശ്വാസത്താൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം തന്നിരിക്കുക. ഈ മറഞ്ഞിരിക്കുന്ന മർമ്മം ലോകത്തിന് വെളിപ്പെട്ടത് ഒരു ഫിലോസഫറിൽ കൂടെയുമല്ല, ഒരു യഹൂദിയ ശാസ്ത്രിയിൽ കൂടെയുമല്ല, ഒരു ലോകത്തിന്റെ അറിവിൽ കൂടെയുമല്ല, മറിച്ച് ലോകത്തിന്റെ അറിവിലോ കഴിവിലോ അല്ലാതെ പൗലോസ് അപ്പോസ്തലനിൽ കൂടി ദൈവം ഇത് വെളിപ്പെടുത്തിയിരിക്കുക. ലോകത്തിന് ഭോഷത്വമെന്ന് തോന്നുന്നതിനെ ദൈവം തന്റെ കരുണയും മഹത്വവും വെളിപ്പെടുത്താൻ തിരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ. സാധാരണ പ്രസംഗിച്ച് കേൾക്കാറുണ്ട്, ദൈവം ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. അവന് ജനിക്കുവാൻ പോലും ഒരു പുൽത്തൊട്ടി അവൻ കടമെടുക്കുകയായിരുന്നു. അവന് പ്രസംഗിക്കാൻ ഒരു വള്ളം അത് കടമെടുക്കുകയായിരുന്നു. 5 അപ്പവും 2 മീനും ആരുടെയോ കയ്യിൽ നിന്ന് കടമെടുത്ത് വാഴ്ത്തി വിളമ്പുകയായിരുന്നു. ട്രയംഫന്റ് എൻട്രി യെരുശലേമിലേക്കുള്ള തന്റെ ആ വിജയകരമായ ആ എഴുന്നള്ളത്ത്, ആ പെസഹായിലെ എഴുന്നള്ളത്ത്, ഒരു കഴുതയെ അതിന് കടമെടുക്കുക. അതിന് അപ്പർ റൂം, പെസഹ ഒരുക്കുവാനായിട്ടുള്ള ആ ഒരു അപ്പർ റൂം കടമെടുക്കുക. വിരിച്ചൊരുക്കിയ ഒരു മാളിക അതിനുവേണ്ടി കടമെടുക്കുക. കർത്താവിന്റെ ക്രൂശ് ചുമക്കുവാൻ എവിടുന്നോ വന്ന് സഹായിക്കുക. ശിമോൻ എന്ന് പറയുന്ന ഒരുത്തൻ എവിടുന്നോ കർത്താവിന്റെ ക്രൂശിനെ സഹായിക്കുക. അവനെ അടക്കം ചെയ്യാൻ ഒരു ആരുടെയോ കല്ലറ കടമെടുക്കുക. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ സന്നിധിയിൽ ഭോഷത്വം. പ്രൈസ് ഗോഡ്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഒരു ജഡവും അവന്റെ സന്നിധിയിൽ പ്രശംസിക്കാതിരിപ്പാൻ. ഒരു കാരണവശാലും ഒരുത്തരും പറയരുത്, ഐ വാസ് സ്മാർട്ട് ഇനഫ്, ഐ വാസ് റിലീജിയസ് ഇനഫ്, ഐ വാസ് ബോൺ ഇൻ എ റൈറ്റ് ഫാമിലി അല്ലെങ്കിൽ റൈറ്റ് കൺട്രി എന്നൊരുത്തരും പറയാതിരിക്കാൻ. ഐ ഏൺഡ് മൈ സാൽവേഷൻ, ഞാൻ എൻ്റെ രക്ഷ സ്വന്തമാക്കി അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേടിയെടുത്തു എന്ന് ഒരുത്തരും പറയാതിരിക്കാൻ. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ സ്ട്രെസ് ചെയ്യുന്ന അതാ.
ഒരു താർക്കികനിലും ഒരു ശാസ്ത്രിയിലും ഒരു ഫിലോസഫറിലും അല്ല. നിങ്ങൾ ഒരുത്തരുടെയും പക്ഷം ചേരരുത്. ഇവിടെ ഭിന്നതയാ വിഷയം. സഭയിൽ ഉണ്ടായിരിക്കുന്ന ഭിന്നത പാടില്ല. നിങ്ങൾ ക്രിസ്തുവിന്റെ അനുയായികളാണ്, കാൽവറി ക്രൂസിലൂടെ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്ന് പറയുക. വിശ്വസിക്കുന്നവർ ക്രിസ്തുവിലാണ് ആയിരിക്കുന്നത്. താങ്കളുടെ പ്രവൃത്തിയിൽ താങ്കൾക്ക് ആശ്രയിക്കാൻ കഴിയത്തില്ല. കർത്താവ് ചെയ്ത നീതി പ്രവൃത്തി കാരണമാണ് താങ്കൾ ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുക. അതുകൊണ്ട് ആരെങ്കിലും പ്രശംസിക്കുന്നുണ്ടെങ്കിൽ അവൻ ക്രിസ്തുവിൽ പ്രശംസിക്കണം. അവൻ ക്രിസ്തുവിന്റെ ഹിസ് ഫിനിഷ്ഡ് വർക്ക് ഇൻ ദ ക്രോസ് ഓഫ് കാൽവറി, കർത്താവ് ക്രൂസിൽ നിവർത്തിച്ച ആ രക്ഷണ്യ പ്രവൃത്തിയിൽ പ്രശംസിക്കണം. ഹിസ് ഗ്രേസ്, അവന്റെ കൃപയിൽ പ്രശംസിക്കണം. ഹിസ് വിസ്ഡം, അവന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ കൊരിന്ത്യർ ലേഖനത്തിൽ തുടക്കത്തിൽ തന്നെ ഇത്ര പവർഫുൾ ആയിട്ട് പൗലോസ് അപ്പോസ്തലൻ ഇത് പറഞ്ഞു പോകുന്നതിന്റെ കാര്യം ഇതാ. കാര്യം ഇവിടുത്തെ ഭിന്നത മാറണം. 26-ാമത്തെ വാക്യം, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവേൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാർ വേറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടത് തന്നെ. 1 കൊരിന്ത്യരുടെ 1-ാമത്തെ അധ്യായത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത് God is building the body of Christ through the preaching of the cross, not through human wisdom, not through religious prestige or any worldly power. ഈ ഒരു അധ്യായത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത് കർത്താവ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ അത് രൂപം കൊണ്ടിരിക്കുന്നത്, അത് ഉടലെടുത്തിരിക്കുന്ന കർത്താവിന്റെ ക്രൂശിൽ നിന്ന്, അതിലെ വിശ്വാസത്താൽ, കൃപയാൽ, വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുക. ഇവിടെ വേറെ ആരുടെയും അറിവോ കഴിവോ ഗ്രൂപ്പോ ഒരുത്തരുടെയും ഒന്നിലും പ്രശംസിക്കാനിടയാകരുത്. ഒരു റിലീജിയസ് പ്രസ്റ്റീജ്, ഒരു ഹ്യൂമൻ വിസ്ഡം, ഒരു വേൾഡ്ലി പവർ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. കാരണം പ്രശംസിക്കുന്നവൻ കർത്താവിൽ മാത്രം പ്രശംസിക്കണം. ഓൾ ഗ്ലോറി ആൻഡ് ഹോണർ ബിലോങ്സ് ടു ദ ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൽ നാം പ്രശംസിക്കാനിടയാകണം. ഇതാണ് ഈ 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ ആകത്തുക. ഇവിടെ ഒരു മാനുഷിക ജ്ഞാനത്തിനോ യഹൂദിയ സമ്പ്രദായങ്ങൾക്കോ പ്രസക്തിയില്ല. ന്യായപ്രമാണത്താൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ഇന്ന് രക്ഷ കർത്താവിന്റെ ക്രൂശിലാണ്, അതിൽ മാത്രമാണ്. വേറെ ഒന്നും നിങ്ങളെ ആ ക്രൂശിൽ നിന്ന് അകറ്റുവാനിടയാകല്ല, ഇൻക്ലൂഡിങ് ബാപ്റ്റിസം. അത് കാരണമാണ് ബാപ്റ്റിസം പോൾ അതിനുശേഷം പറയാനിടയായത്, എന്നെ സ്നാനം കഴിപ്പിക്കാനല്ല അയച്ചത്, ക്രൂശ് പ്രസിദ്ധമാക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ വാക്യത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു അധ്യായത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ ഇതിലെ പ്രസക്ത വാക്യം എന്ന് പറയുന്നത് 23-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗമാണ്. അതിങ്ങനെ പറയുന്നത്, ഇതിന്റെ ആ ഒരു കീ വേഴ്സസ് എന്ന് പറയുന്നത്. അതിന്റെ 1-ാമത്തെ ഭാഗം, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഈ അധ്യായത്തിൽ നിന്നുള്ള നമ്മുടെ ടേക്ക് അവേ ഇതാണ്. ബട്ട് വി പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. ഇതാണ് നമുക്ക് ഈ അധ്യായത്തിൽ നിന്നും ദൈവം നമ്മളോട് ആജ്ഞാപിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മുടെ ടേക്ക് അവേ അതാണ്. നമുക്കെല്ലാവർക്കും അതുകൊണ്ട് യാതൊരു വിധത്തിലും ഒരു ഭിന്നിപ്പോ ഒരു ഗ്രൂപ്പിസമോ നമ്മുടെ ഇടയിൽ ഒരു വേർതിരിവോ ഉണ്ടാകുന്നതിനിടയായി തീരാതെ മനസ്സിലാക്കിയത് ഗ്രേസ് ഗോസ്പലാണ്. ഇതിനിടയിൽ പല ഗ്രൂപ്പുകളായിട്ട് പിരിയാനിടയായി തീരാതെ ഓരോരുത്തരുടെയും പേരിലോ ഓരോരുത്തരുടെയും അറിവിന്റെ പേരിലോ ഓരോരുത്തരുടെയും കഴിവിന്റെ പേരിലോ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് മാറുന്നതിനിടയായി തീരാതെ ഇന്ന് ലോകത്തെ രക്ഷിക്കാനുള്ള ഒരു വലിയ ദൈവിക ഉത്തരവാദിത്വം നമ്മുടെ തോളിൽ ദൈവം തന്നിരിക്കുക. ഹല്ലേലൂയ. അത് മനസ്സിലാക്കി കർത്താവിന്റെ ക്രൂശിനെ പ്രസിദ്ധമാക്കുന്നവരായി നിൽക്കുവാൻ ഈ അധ്യായത്തിൽ കൂടി കൊരിന്ത്യരോട് പറയുമ്പോൾ തന്നെ അതേ ആഹ്വാനം നമുക്ക് ലഭിക്കുക. ഈ 1-ാമത്തെ അധ്യായം നമ്മൾ ഇന്ന് ചിന്തിച്ച് തീർക്കുകയാണ്. അടുത്ത അധ്യായങ്ങളിലേക്ക് കടക്കുമ്പോൾ 2-ാമത്തെ അധ്യായത്തിലും ഇതിന്റെ തുടർച്ചയായിട്ട് പല കാര്യങ്ങളും പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരും. കർത്താവിന്റെ ക്രൂശ് ഇന്ന് മറഞ്ഞിരിക്കുക, ഇന്ന് ലോകത്തിന് മറഞ്ഞിരിക്കുക. നാമമാത്രമായിട്ട് അതുണ്ട് എന്നുള്ളതേ ഉള്ളൂ. കാര്യം നമ്മൾ അതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ സാത്താൻ അതിനെ നാമമാത്രമായിട്ട് എല്ലാ ചർച്ചിലും വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ അതിന്റെ വില 0. ഓൾമോസ്റ്റ് ഒരുത്തർക്കും അറിയത്തില്ല അതിലെന്താ നടന്നതെന്നുള്ളത്. ഇവിടെ കൗതാശികമായിട്ടും കൂതാശകളായിട്ടും ഒക്കെ പല കാര്യങ്ങൾ രക്ഷയ്ക്കായിട്ട് ചെയ്തു വെച്ചിരിക്കുക.
ഇന്നൊരു 99.9% ക്രിസ്ത്യാനിക്കും എന്തിൽ രക്ഷിക്കപ്പെടും, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു കാലത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഈ മഹാസന്ദേശം, കർത്താവിന്റെ ഈ ക്രൂശിലൂടെ തുറന്നിരിക്കുന്ന രക്ഷാ പദ്ധതി ലോകത്തെ അറിയിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വത്തോട് കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷികളായി കർത്താവിന് വേണ്ടി ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്കുവാൻ, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായിട്ട് നിൽക്കുവാൻ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ നമ്മൾ തുടർമാനമായിട്ട് ഇതിന്റെ പല ചിന്തകളും ചേർന്ന് ചിന്തിക്കുന്നതാണ്. കർത്താവ് നമ്മളെ കൂടുതലായിട്ട് സഹായിക്കട്ടെ. കൊരിന്ത്യ ലേഖന പഠനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉന്മേഷം പകരുന്നത്, ഏറ്റവും ഉത്തരവാദിത്വ ബോധം പകരുന്നതുമായ ഒരു സന്ദേശമായി തീരട്ടെ, ക്ലാസ്സുകളായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. God bless you all.